പ്രൈസ് ലോർഡ്. വേഗം പ്രതീക്ഷ ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെ എല്ലാ ദൈവക്കും അറിയിക്കുന്നു. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗിൽ ഭാഗമാവാൻ തക്കവണ്ണം വചനമായി നിൽപ്പാൻ തക്കണം എന്റെ ജീവിതത്തില് ഒരുക്കി തന്ന എല്ലാവിധ മുഖാന്തരങ്ങൾക്കും ദൈവത്തിന് ഞാൻ ഫസ്റ്റ് നന്ദി പറയുന്നു. സെക്കൻഡ്, ഞാൻ റോയി പാസ്റ്ററിനുള്ള നന്ദിയെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ എന്നെ പാസ്റ്ററുമായിട്ട് കണക്ട് ചെയ്തത് നമ്മുടെ പ്രിയ സഹോദരി, ദൈവ സഹോദരി അക്സ പീറ്റർസൺ ആണ്. സിസ്റ്ററിനോടുള്ള സ്നേഹത്തെയും ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട എല്ലാ ദൈവമക്കളോടും ദൈവനാമത്തിലെ സ്നേഹത്തെ അറിയിക്കുന്നു. പ്രത്യേക ഇന്നത്തെ വർഷിപ്പ് ചെയ്ത ജീവൻ ബ്രദറുള്ള ഫാമിലിയോടുള്ള നന്ദി അറിയിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ്. കാരണം ഭയങ്കരമായിട്ട് ഉറപ്പിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതും ഞാൻ എപ്പോഴും പാടുവാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഗാനങ്ങൾ തന്നെയാണ് വർഷിപ്പിനായി ഇന്ന് ബ്രദർ ഏറ്റെടുത്ത് പാടിയത്. വളരെ ഒരു അനുഗ്രഹമായി തീരുവാൻ തക്കോണം ഇടയായി. എല്ലാവരെയും ദൈവനാമത്തിലുള്ള സ്നേഹത്തെ അറിയിച്ച് തീർച്ചയായിട്ടും എല്ലാവരുടെ പ്രാർത്ഥനയും ചോദിച്ചുകൊണ്ട് നമുക്ക് വചനത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായി തന്നെ ഞാൻ എന്നെ പറ്റി ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. എന്റെ പേര് ഷീനു. ഞാനിപ്പം കുവൈറ്റിന്റെ പ്രദേശത്ത് നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. നാട്ടില് ഞാൻ എരുമേലി എന്ന ദേശത്താണ് എന്റെ ഭവനം. എരുമേലി മുക്കട എന്ന് പറയും, കോട്ടയം ഭാഗത്തായിട്ട് വരും. അവിടെയാണ് എന്റെ ഭവനം. വീട്ടില് എനിക്ക് പപ്പായുണ്ട്, മമ്മി ഒരു 3 വർഷക്കാലങ്ങൾക്ക് മുമ്പേ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. 2 സഹോദരങ്ങളുണ്ട്. അവർ കുടുംബമായിട്ട് നാട്ടിലായിരിക്കുന്നു. ഞാനിപ്പം ജോലിയോട് സംബന്ധിച്ചാണ് കുവൈറ്റിലായിരിക്കുന്നത്. ഞാൻ ഇവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. കൂടെ തന്നെ ദൈവരാജ്യത്തിന് ഏതൊക്കെ രീതിയിൽ പ്രയോജനപ്പെടണമോ അപ്പൻ എന്തൊക്കെ പറയുന്നു അതെല്ലാം ചെയ്ത് ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. തുടർന്ന് കർത്താവിന്റെ നാമത്തിൽ നിൽപ്പാനും ആയിരിക്കാനും ഒക്കെ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവമക്കളുടെ പ്രാർത്ഥനയെ ചോദിക്കുകയാണ്. അതോട് അനുബന്ധിച്ച് തന്നെ കൃപയാൽ ഒരു മിനിസ്ട്രി നടത്തുവാൻ തക്കണം ദൈവം എന്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. ഞാനും എന്റെ ആത്മീയ സഹോദരിയായ ബിൻസി UK ഞങ്ങൾ രണ്ടുകൂടെ ചേർന്ന് ഹോവനീസി എന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സൂം പ്ലാറ്റ്ഫോം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കൂടെ ഒരു ചാരിറ്റി നടത്തുവാൻ ദൈവം സഹായിച്ചു. അതുപോലെ തന്നെ ഹോവനീസി എന്നൊരു ചാനലും നടത്തുവാൻ എന്റെ ജീവിതത്തിൽ കർത്താവ് ഭാഗ്യം തന്നുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മീറ്റിങ്ങും ഒരു സൂം പ്ലാറ്റ്ഫോമും നടത്തിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് ഏതൊക്കെ രീതിയിൽ എടുത്ത് ഉപയോഗിക്കണമോ അതൊക്കെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കണം. പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അതിരുകൾ ഇടാറുണ്ട്, അല്ലെ? നമ്മുടെ കുറവശങ്ങൾ, ബലഹീനതകൾ പറഞ്ഞ് നമ്മൾ പലപ്പോഴും അതിരുകൾ ഇടും. എന്നിട്ട് പറയും, കർത്താവ് എന്നെ കൊണ്ട് സാധിക്കത്തില്ല, എനിക്ക് അതിനുള്ള കപ്പാസിറ്റിയും കഴിവും ഇല്ല എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മൾ പുറകോട്ട് പോകാൻ നോക്കുന്ന അവസ്ഥകളുണ്ട്. പക്ഷെ ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ നമ്മുടെ ആ ഒരു മെന്റാലിറ്റിക്ക് മാറ്റം വരണം. നമ്മൾ ദൈവസന്നിധി നമ്മളെ തന്നെ സമർപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കഴിവോ യോഗ്യതയോ ഒന്നും വേണ്ട, കർത്താവിനെ നേൽപ്പിച്ചാൽ മതി. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മളൊന്ന് നിൽക്കുവാൻ തയ്യാറാകുവാണെങ്കിൽ അദ്ദേഹം നമ്മളെ എടുത്ത് ഉപയോഗിച്ചോളൂ. അതിന്റെ ഏറ്റവും വലിയ സാഹചര്യം പറയുന്നതിന്റെ ഇടയ്ക്ക് എന്റെ സാക്ഷ്യങ്ങളുടെ ഇടയ്ക്ക് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ സാക്ഷ്യത്തെ ഞാൻ കൂടുതലായിട്ട് ഞാൻ സ്റ്റാർട്ടിങ് പറയുന്നില്ല. ഒന്ന് മാത്രം, ദൈവസന്നിധിയിൽ ഹൃദയത്തെ പകർന്ന് ഏൽപ്പിക്കുവാൻ തയ്യാറാവുകയാണെങ്കിൽ വലിയ കാര്യങ്ങളെ ദൈവം ചെയ്യും. ഇന്ന് വചനവുമായിട്ട് നിൽക്കുവാനും എന്റെ ജീവിതത്തിൽ കർത്താവ് ഭാഗ്യം തന്നത് ആ ഒരു മെന്റാലിറ്റിയാണ്. കാരണം ചെറുപ്പത്തിൽ ഞാൻ എടുത്തൊരു തീരുമാനം, എന്തൊരവസ്ഥയിലും ഏതൊരു പ്രയാസത്തിലും കഷ്ടത്തിൽ കൂടി കടന്നു പോയാലും ആത്മഹത്യ ചെയ്യത്തില്ല എന്നൊരു തീരുമാനം, ഒറ്റ തീരുമാനം. കാരണം അന്നും ചെറുപ്പത്തിൽ ദൈവത്തെ ഒന്നും വലുതായിട്ട് അറിയില്ലായിരുന്നു. ഒരുപാട് ഞാൻ പറഞ്ഞില്ല, സാക്ഷ്യങ്ങൾ തീർച്ചയായിട്ടും പുറകെ പറയുന്നതായിരിക്കും. ഒറ്റ തീരുമാനം, ഏതൊക്കെ പ്രയാസം കടന്നു വന്നാലും ആത്മഹത്യ ചെയ്യത്തില്ല. എന്റെ ജീവിതത്തിൽ കർത്താവ് എനിക്ക് എന്തുമാത്രം ആയുസ് തന്നിട്ടുണ്ടോ അത് ഞാൻ ജീവിച്ചു തീർക്കും എന്നുള്ളൊരു തീരുമാനത്തിന്റെ പുറത്താണ് ഞാൻ ജീവിച്ചു വന്നത്. പക്ഷെ അതിനുശേഷം എനിക്കിപ്പോ മനസ്സിലായി കർത്താവിന് എന്നെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് എന്ന്. ഈ ദിവസങ്ങളിൽ അത് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്ന് ദൈവമക്കളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഒരു മനസ്സോടെ പ്രാർത്ഥനയിലായിരിക്കാം. കാരണം വചനവുമായിട്ട് ഞാൻ നിൽക്കുമ്പോൾ 1 മണിക്കൂറാണ് പാസ്റ്റർ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഒന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതൽ കിട്ടണമെങ്കിൽ നമ്മളിപ്പോ എല്ലാവരും ഈ സൂം മീറ്റിലായിരിക്കുന്ന അല്ലെങ്കിൽ യൂട്യൂബിലായിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിനകത്ത് ഓരോ ഭാരങ്ങളുണ്ടല്ലേ, ഓരോരുത്തർ പ്രയാസങ്ങളുണ്ട്. നമ്മളെല്ലാവരും ഈ ലോകത്തിൽ മനുഷ്യരായി ജീവിക്കുമ്പോൾ ചിലർക്ക് തലമുറകളില്ല, ചിലർക്ക് ഭാവി ജീവിതത്തെ പറ്റി, ചിലർക്ക് ജോലിയെ പറ്റി, ചിലർക്ക് മിനിസ്ട്രിയെ പറ്റി, അങ്ങനെ എല്ലാ രീതിയിലും ഓരോരോ ഭാരങ്ങൾ കൊണ്ടാണ് നമ്മൾ ദൈവസന്നിധി കടന്നു വന്നിരിക്കുന്നത്. അത് മനുഷ്യ സഹജമാണ്. ഒരിക്കലും നമുക്ക് അതിൽ കുറ്റം പറയാനൊന്നും സാധിക്കത്തില്ല. അപ്പം നമ്മൾ ആ ഒരു സാഹചര്യത്തിലായിരിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവെ, ഒരു വാക്കിലെങ്കിലും എന്നോട് സംസാരിക്കണം. എന്റെ ജീവിതത്തിൽ എന്താ എന്റെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്നത്, അല്ലെങ്കിൽ എന്റെ നന്മ കയ്യിൽ വരാതെ, ഇല്ല എന്റെ ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടാതെ, ചിലപ്പോൾ ഒരു ചെറിയ നിസ്സാരമായ ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം.
ആ മിസ്റ്റേക്ക് നമ്മൾ ഈ രാത്രികാലം തിരുത്തുവാൻ തയ്യാറാവുകയാണെങ്കിൽ വലിയ മിറാക്കളെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. അത് 100% ഉറപ്പോടെ എന്റെ ജീവിത സാക്ഷ്യം കൊണ്ട് എനിക്ക് ദൈവമക്കളോട് ഷെയർ ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഇപ്പോഴും ഞാൻ പറയുന്നു, ഒരു മനുഷ്യന്റെ സാക്ഷ്യം കടമെടുത്ത് സംസാരിപ്പാൻ എന്റെ ജീവിതത്തിൽ കർത്താവ് ഇടയാക്കത്തില്ല, ഇടയാക്കിയിട്ടില്ല. കാരണം എന്ന് ചോദിച്ചാൽ ആ രീതിയിൽ സാക്ഷ്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നവളാണ് ഞാൻ. എന്റെ ജീവിതമേ ഒരു സാക്ഷ്യത്തിന്റെ ഒരു കൂടാരമാണ്. ആ ഒരു സാക്ഷ്യത്തിന് ചുറ്റുമുള്ള ഒരു ലൈഫിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ എല്ലാ ഭാവിയും എൻ്റെ സാമ്പത്തികമായിട്ടുള്ള ആത്മീയ ഭൗതികമായിട്ടുള്ള എല്ലാ നന്മകളും കർത്താവ് എന്നെ നിർത്തിയേക്കുന്ന സാക്ഷ്യത്തിലൂടെയാണ്. അതുകൊണ്ട് ദൈവമക്കളെ ഏൽപ്പിച്ചു കൊടുക്കുക, പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പ ഇന്ന് ഞങ്ങളോട് സംസാരിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മറിഞ്ഞു കിടക്കുന്ന തെറ്റുകൾ, ഒരുപക്ഷെ നമ്മുടെ മാനുഷ്യമായ കണ്ണിൽ അതൊരു തെറ്റായിരിക്കത്തില്ല, ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മറന്നു പോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളെ അത് ഓർമ്മിപ്പിക്കണം, നമ്മളെ അത് നമ്മുടെ ജീവിതത്തിൽ അത് തിരുത്തുവാൻ തൊക്കോണം ഇടയാകണം. അതിനായി നമ്മളെ തന്നെ സമർപ്പിക്കാം. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. വാഴ്ത്തങ്ങളെ വിശ്വസ്തനും നീതിമാനുമായ പിതാവേ, അപ്പന്റെ പാദവത്തിലേക്ക് അടുത്തു വരുന്നു കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗിൽ കർത്താവെ വചനമായി നിൽപ്പാൻ എന്റെ ജീവിതത്തിൽ തന്ന ഭാഗ്യത്തിനായി നന്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. വചനം പറയുമ്പോൾ കർത്താവെ മാനുഷ്യമായ ഒരു വാക്കുപോലും കയറി വരുവാൻ സമ്മതിക്കല്ലേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ഗൈഡൻസിലായിരിക്കാൻ അങ്ങ് പറയുന്നത് മാത്രം സംസാരിക്കാൻ സഹായിക്കണം കർത്താവ്. ഇന്നത്തെ വചനം എന്റെ ജീവിതത്തിലും കേൾക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിലും ഒരു അനുഗ്രഹമായി തീരാൻ തക്കണം സഹായിക്കണം കർത്താവെ. ആരൊക്കെ ഈ മീറ്റിംഗ് കാണുന്നുണ്ടോ അവരുടെ ജീവിതത്തിലെല്ലാം ഒരു അനുഗ്രഹമായി തീരണം കർത്താവെ. ഒരിക്കലും കർത്താവെ ഞങ്ങൾ വാടിയ മുഖത്തോടെ ആയിരിക്കാൻ നീ സമ്മതിക്കല്ലേ കർത്താവെ. ഞങ്ങൾ അപ്പന്റെ മക്കളെങ്കിൽ ഞങ്ങൾ അവകാശികളാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ കരുമേ മറിഞ്ഞു കിടക്കുന്ന തെറ്റുകൾ കുറവശങ്ങൾ ചൂണ്ടിക്കാണിച്ച് അത് തിരുത്തുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണം. സകലം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന ഏൽപ്പിക്കുക. സ്വതം താഴ്മയുടെ വീക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്നപ്പോൾ സത്യം പറഞ്ഞ എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഭയങ്കര സന്തോഷത്തോടെയാണ് ഞാൻ ആയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഞാൻ ഈ ഒരു വചനം എന്റെ ജീവിതത്തിൽ കർത്താവ് തന്നപ്പോൾ ഇത് തന്നെ പറയണോ വേണ്ടിയോ എന്നിങ്ങനെ പരിശുദ്ധന്മാരുടെ സത്യം പറഞ്ഞ മീറ്റിംഗിൽ കയറുന്ന സമയം വരെ എന്റെ ഹൃദയത്തിനകത്തുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ സമയത്ത് പിതാവിനോട് ചോദിച്ചു, പിതാവേ എനിക്കൊരു കൺഫർമേഷൻ തരണേ, ഇത് തന്നെയാണോ സംസാരിക്കേണ്ടതെന്ന്. ശരിക്കും എന്നെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് പാസ്റ്റർ സ്റ്റാർട്ടിങ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ തന്നെ ഈ ഒരു കുറിവാക്യം പറയുവാൻ തക്കോണം ഇടയായി. എന്നെ ഭയങ്കരമായിട്ട് അത് ടച്ച് ചെയ്തു. കാരണം ഇന്ന് രാത്രികാലം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആവശ്യമുള്ളൊരു വചനം തന്നെയാണിത്. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിന്റെ സന്നിധി നമ്മൾ തന്നെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് പരിശുദ്ധാത്മാവിന്റെ ഹിതത്തിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. ആ ഒരു വാക്യം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 116 12, 13, 14. സങ്കീർത്തനം 116 12, 13, 14. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്തു പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എന്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണുക കഴിക്കും. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം അല്ലെ. നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയാവുന്ന വചനമാണ്. നമ്മൾ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുകയും അല്ലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വചനം തന്നെയാണിത്. വ്യക്തമായി എല്ലാവരോടും ചോദിച്ചാലും കാണാതെ തന്നെ പറയാൻ പറ്റുന്ന ഒരു വചനമാണ്. പക്ഷെ ദൈവമക്കളെ, നമുക്ക് ഈ ഒരു വചനപ്രകാരം നമ്മളാണോ അതോ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ചെറിയൊരു മിസ്റ്റേക്കിൽ കൂടിയാണോ നമ്മൾ കടന്നു പോകുന്നത്? ഒരു പക്ഷെ മറിഞ്ഞു കിടക്കുന്ന എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന്, ഈ വചനപ്രകാരം തന്നെയാണോ നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മളെ തന്നെ ഒന്ന് ഇറങ്ങി ചിന്തിക്കേണ്ട സമയം ഏറ്റവും അടുത്തിരിക്കുകയാണ്. വ്യക്തമായി പറഞ്ഞു തന്നെ കർത്താവിനോടുള്ള നന്ദി സൂചകമായിട്ടാണ് അല്ലെ ഈ ഒരു വചനം പറഞ്ഞത്. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്തു പകരം ചെയ്യും. നമ്മളെപ്പോഴും വായിച്ച് ഒരു സെക്കൻഡ് കൊണ്ട് വിട്ടു പോകുന്നൊരു വാക്യം, ഇല്ലെങ്കിൽ പ്രാർത്ഥിച്ച് ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ അതിൽ നിന്ന് വെളിയിൽ വരും അല്ലെ. ആ ഒരു സെക്കൻഡിന്റെ അല്ല 1 മിനിറ്റ് ആവശ്യമേ ഉള്ളൊരു വാക്യം അത് വായിച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ഈ 12, 13, 14. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്ന ഒരായുസ് മൊത്തം നമ്മൾ ഓർത്തിരിക്കേണ്ടതും നമ്മൾ അതിപ്രകാരം ജീവിക്കേണ്ടതുമായിട്ടുള്ള ഒരു തിരുവചനമാണത്. കാരണം വ്യക്തമായി പറയുന്നുണ്ട്, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും അല്ലെ. നമ്മൾ ഇന്ന് ആയിരിക്കുന്നത് കൃപയാല. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇന്ന് ആയുസ്സോടെ ആരോഗ്യത്തോടെ അല്ലെ ബലത്തോടെ ആയിരിക്കുന്നത് ദൈവമക്കളെ. അപ്പോൾ ദൈവഹിതപ്രകാരം നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നുണ്ടോ? താഴോട്ട് വ്യക്തമായി പറയുമ്പോഴുണ്ട്, ദൈവനാമം വിളിച്ചപേക്ഷിക്കും, ഞാൻ യഹോവയ്ക്ക് എന്റെ നേർച്ചകളെ സകല ജനവും കാണുക കഴിക്കും. നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവത്തിന് കൊടുക്കേണ്ട സ്തുതിയും മഹത്വവും ഒക്കെ നമ്മൾ കറക്റ്റായ രീതിയിൽ കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഈ രാത്രികാലം ചിന്തിക്കാം. ഞാനിത് പറയുമ്പോൾ ദൈവമക്കളെ നിങ്ങൾക്ക് മാത്രമല്ല എന്റെ ജീവിതത്തിൽ കൂടെ ഞാൻ ഏറ്റെടുത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഒരിക്കലും
അത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹക്കേടല്ല, അനുഗ്രഹത്തിനായി തീരണം. അതിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുക. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അനേകം നന്മകൾ തന്നിട്ടുണ്ട് അല്ലെ. എസ്പെഷ്യലി നമ്മൾ നോക്കുവാണെങ്കിൽ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള നന്മകൾ റിസീവ് ചെയ്ത വ്യക്തി ജീവിതങ്ങളാണ് നമ്മൾ അല്ലെ. ഈ ഒരു സൂഫാത്മയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നന്മ അനുഭവിക്കാത്തവരായി അല്ലെങ്കിൽ ദൈവം എനിക്ക് ഉപകാരം ചെയ്തില്ല എന്ന് പറഞ്ഞിരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഒരു ഉപകാരമെങ്കിലും നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ കരഞ്ഞ വിഷയത്തിന്മേൽ അല്ലെ, നമ്മുടെ ആത്മീയമായ വിഷയത്തിന്മേൽ, നമ്മുടെ ഭൗതികമായ വിഷയത്തിന്മേൽ, ഒരുപക്ഷെ നമ്മുടെ ഭവനം, തലമുറ, ഏത് വിഷയം എടുത്താലും കർത്താവ് നമുക്ക് ഉപകാരങ്ങൾ മാത്രമേ നമുക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷേ നമ്മൾ കർത്താവിന് കൊടുക്കേണ്ട രീതിയിൽ സ്തുതിയും മഹത്വവും കൊടുത്തിട്ടുണ്ടോ? എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ കാര്യവും ഇത് തന്നെയാണ്. ആ ബ്രദർ പാടിയപ്പോഴും ആദ്യത്തെ സോങ്ങിലും എണ്ണി എണ്ണി സ്തുതിക്കുവാൻ അല്ലെ, ആ 2 വർഷിപ്പ് സോങ്ങിൽ കർത്താവിനോടുള്ള സ്തുതിയും മഹത്വവും അവിടെ പറയുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊക്കെ നമ്മൾ ഓടിച്ച് പാടി പോകേണ്ട കാര്യങ്ങളല്ല, അല്ലെങ്കിൽ നമ്മൾ ഒരു വചനം വായിച്ചു വിടേണ്ടതല്ല. അതിപ്രകാരം നമ്മൾ ജീവിക്കുവാൻ തയ്യാറാകണം. ഇന്ന് ഈ നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണം. കർത്താവോട് വേണം, പിതാവേ ഇനിയുള്ള നാളുകളിൽ, അതിന് നമുക്ക് പ്രായമോ പരിധിയോ ഒന്നുമില്ല, ഇനിയുള്ള നാളുകളിൽ എന്റെ പിതാവ് എന്നെ പറ്റി എങ്ങനെ ആഗ്രഹിക്കുന്നു, ഞാൻ ഏത് രീതിയിലായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ആ രീതിയിലായി തീരുവാൻ എന്നെ ഒന്ന് പണിതെടുക്കണമേ എന്ന് ആരൊക്കെ ഇന്ന് രാത്രികാലം പിതാവിനോട് സംസാരിച്ച് പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു, ഒരു വലിയ പണിയപ്പെടൽ ഇന്ന് ജീവിതത്തിൽ നടക്കും. അനേക സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങൾ ഈ മിനിസ്ട്രിക്കകത്ത് ഉണ്ടാവാൻ തൊക്കണം ഇടയാവും. അതിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആദ്യമായി തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ആത്മീയ നന്മകൾ തന്നിട്ടല്ലേ, ആത്മീയം തന്നിട്ടുണ്ട്, ഭൗതിക നന്മകൾ നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. ആത്മീയ നന്മകൾ നമ്മൾ റിസീവ് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ കൃപ കർത്താവ് തന്നിട്ടുണ്ട്, വചനം പറയാൻ കൃപ തന്നിട്ടുണ്ട്. പല മേഖലയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ആത്മീയ നന്മകൾ പ്രാപിച്ചവരാണ് നമ്മൾ. പക്ഷേ പലപ്പോഴും നമ്മളത് ഉപയോഗിക്കുന്നുണ്ടോ? കർത്താവ് നമ്മളെ ഏൽപ്പിച്ച രീതി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. അതിന് ബേസിലായിട്ട് നമുക്കൊരു വചനത്തിലേക്ക് കടന്നു വരാം. പുറപ്പാട് 2:4-7 ഞാൻ തന്നെ വായിക്കാം. പുറപ്പാട് 2:4-7. അവന് എന്ത് ഭവിക്കുമെന്ന് അറിയുവാൻ അവന്റെ പെങ്ങൾ ദൂരത്ത് നിന്നു. അതിന്റെ 7, അവന്റെ പെങ്ങൾ ഫറവോന്റെ പുത്രിയോട്, ഈ പൈതലിന് മുല കൊടുക്കേണ്ടതിന് ഒരു എബ്രായ സ്ത്രീയെ ഞാൻ ചെന്ന് വിളിച്ചു വരണമോ എന്ന് ചോദിച്ചു. നമുക്കറിയാലേ, ഈ പുറപ്പാടിന്റെ ആദ്യത്തെ 2 ആ ഒരു ഞങ്ങളുടെ ഇടയിൽ എന്ത് ഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി എത്തി നോക്കിയ പെൺകുട്ടിയെ പറ്റി പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആരാ അത്. മിരിയാം അല്ലെ, മോശയുടെ സഹോദരിയായ മിരിയാം. ഇന്ന് രാത്രിക്കാലം നമുക്ക് ആ മിരിയാമിന്റെ ലൈഫിലേക്ക് ഒന്ന് എത്തി നോക്കാം. കാരണം നമുക്കറിയാം അധികം ആരും സംസാരിക്കാത്ത ഒരു വ്യക്തി ജീവിതമാണ് മിരിയാമെങ്കിലും മിരിയാമിന്റെ ചെറുപ്രായം തൊട്ട് ദൈവസന്നിധി നിൽക്കുകയും ദൈവത്തിന്റെ പ്രസൻസ് അനുഭവിച്ച ഒരു വ്യക്തി ജീവിതമാണെന്ന് വ്യക്തമായി കാണാൻ വ്യക്തമായി നമുക്ക് പറയുന്നുണ്ട്. നമുക്കറിയാലോ, മോശയെ പറ്റി പറയുമ്പോഴും നമുക്കറിയാം ദൈവ മക്കളെ വിടുവിക്കാൻ വേണ്ടി കർത്താവ് ഈ ഭൂമിയിൽ ജനിപ്പിച്ച ഒരു വ്യക്തി ജീവിതമായിരുന്നു മോശ അല്ലെ. പക്ഷെ മോശയുടെ ജീവിതത്തിലും മോശയുടെ കുടുംബത്തിലും ഒരു പ്രശ്നം, പ്രതിസന്ധി കയറി വന്നു അല്ലെ. ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ വെക്കുവാൻ പാടില്ല എന്നൊരു പ്രതിസന്ധി, ഒരു രാജ്യത്തിന്റെ നിയമം കടന്നു വന്നു. ആ ഒരു സാഹചര്യം കണ്ടപ്പോൾ മാതാപിതാക്കൾ എന്ത് ചെയ്തു? 3 മാസക്കാലം മോശയെ ഒളിപ്പിച്ചു വെച്ചല്ലേ. പക്ഷെ ആ 3 മാസത്തിന് ശേഷം എന്ത് സംഭവിച്ചു? ഒരു ഞാങ്ങണപ്പെട്ടി ഉണ്ടാക്കി ആ ഒരു നൈൽ നദിയിലേക്ക് ഒഴുക്കി വിടുവാൻ തൊക്കോണം ഇടയല്ലേ. നമ്മൾ അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ആ ഒരു മാതാവിന്റെ അല്ലെ ഒരു പിതാവിന്റെ, മോശയുടെ പേരൻസിന്റെ ഒരു അവസ്ഥ നമ്മൾ നോക്കുവാണെങ്കിൽ, ആ മാതാവ് കൊണ്ടുവന്ന ആ കുഞ്ഞിനെ നൈൽ നദിയിലേക്ക് കൊണ്ടുവിട്ട് അത് അങ്ങനെ നദിയിലേക്ക് വിട്ടു. അതിനുശേഷം ആ മാതാവ് ഭവനത്തിലേക്ക് കടന്നുപോയല്ലേ. ദൈവമക്കളെ, ആ ഒരു മാനുഷ്യമായ രീതി നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരു മരണഭവനം അല്ലെ. കാരണം എന്നാ, കുഞ്ഞ് മരിച്ചത് കണ്ണാൽ കണ്ടില്ലെങ്കിലും ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു. അവരുടെ മാനുഷ്യമായ കണ്ണിൽ ആ ഒരു മോശ എന്ന കുഞ്ഞ് അവിടെ നഷ്ടപ്പെട്ടു. ആ ഒരു മാതാവ് തിരിച്ച് ഭവനത്തിൽ ചെല്ലുമ്പോൾ അത് മരണാവസ്ഥയുള്ള ഒരു ഭവനം തന്നെയായിരുന്നു. പക്ഷേ ആ പെങ്ങൾ പോയോ? ഇല്ല. അവിടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം ദൈവം കൊടുത്തു അല്ലെ. ആ ആഗ്രഹത്തിൽ ബേസിൽ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? അവിടെ ഒളിഞ്ഞു നിൽക്കുമോ? ഒരിക്കലും ഇല്ല. ഒരുപക്ഷെ അമ്മ കരയുന്നു അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് കരയുന്നത് കണ്ടപ്പോൾ അവരുടെ വാലെ തൂങ്ങി അല്ലെങ്കിൽ നമ്മൾ അവരുടെ പുറകെ നമ്മൾ നമ്മുടെ ഭവനത്തിലേക്ക് പോകാറുണ്ട്. പക്ഷേ ആ പൈതൽ പോയോ? മിരിയാമിന്റെ ഹൃദയത്തിൽ ശക്തമായി പരിശുദ്ധമായ മിരിയാമിന്റെ ഹൃദയത്തിൽ കർത്താവ് ഒരു ആഗ്രഹം, ഒരു നിയോഗം കൊടുത്തിരുന്നു. ആ കുഞ്ഞിന് എന്ത് സംഭവിക്കും എന്ന് നീ നിന്ന് കാണണം എന്നൊരു നിയോഗം മിരിയാമിന്റെ ജീവിതത്തിൽ കൊടുത്തതിന്റെ ബേസിൽ അവിടെ നിന്ന് നോക്കുവാൻ തക്കോണം ഇടയായല്ലേ. അത് ഉറ്റുനോക്കി നിന്നു. അവിടെ നിന്ന് വേറെ മാറിപ്പോകാമായിരുന്നു. പക്ഷെ മിരിയാം പോയില്ല.
ദൈവം ഏൽപ്പിച്ച ആ കുഞ്ഞു പ്രായത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരിക്കലും ദൈവസ്ഥലത്തേക്ക് നമ്മൾ കടന്നു വരുവാണെങ്കിൽ മിരിയാം അവിടെ ദൈവം സംസാരിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഹൃദയത്തിൽ ദൈവം ഇടപെട്ടതിന്റെ ബേസിൽ ഒരു ധൈര്യത്തോടെ അവൾ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുക. ആ ഒരു ഒളിഞ്ഞു നോട്ടത്തിലൂടെ ആ കുഞ്ഞിന് സംഭവിക്കുന്നത് നോക്കി നിന്നല്ലേ. നമ്മൾ ആ 7 വായിക്കുമ്പോഴും വ്യക്തമായി കാണുന്നുണ്ട്. ആ നോക്കി നിന്ന നിപ്പിലും താഴോട്ട് നോക്കുമ്പോൾ ഫറവോന്റെ മകൾ അവിടെ കുളിക്കാൻ വരുവാണല്ലേ. ആ കുളിക്കാൻ വരുന്ന സമയത്ത് ആ കുഞ്ഞിനെ ഫറവോന്റെ പുത്രി എടുക്കുക അല്ലെ, അവര് റിസീവ് ചെയ്യുക. പക്ഷെ അവിടെ ആ മിരിയാം ധൈര്യത്തോടെ പോയി പറയുന്നുണ്ട്, ഈ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ ഒരു എബ്രായ സ്ത്രീ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക. ദൈവമക്കളെ, നമ്മളൊന്ന് ചിന്തിക്കണം. ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ധൈര്യത്തോടെ ചെയ്യുന്നുണ്ടോ എന്ന്. ആ ദൈവസന്നിധി നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്കൊരു ബലവും ധൈര്യവും നമ്മുടെ പിതാവ് തരും. പലപ്പോഴും നമ്മൾ ആ ധൈര്യം ചോർന്നവരായിട്ടാ പല കാര്യങ്ങളിലും നമ്മൾ നിൽക്കുന്നല്ലേ. എനിക്ക് മിരിയാമിനോട് എന്റെ ഹൃദയം കൊണ്ട് എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നി. കാരണം എന്താ, മാനുഷ്യമായിട്ട് ഇപ്പൊ മിരിയാമിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ, ഞാൻ എന്നെ തന്നെ പറയാം, ആ മിരിയാമിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എന്ത് ചെയ്യും? ആ കുഞ്ഞ് സേഫ് ആയിട്ടുള്ള ഒരു കരത്തിൽ എത്തി എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പോകും. തീർച്ചയായിട്ടും ഞാനാണ് തിരിച്ചു പോകും. കാരണം ഒരു രാജാവിന്റെ മകളോട് പോയി കൊണ്ടു തരട്ടെ എന്ന് ചോദിക്കാനുള്ള കപ്പാസിറ്റിയോ പവറോ നമുക്കില്ല അല്ലെ. നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഭയപ്പെടും. പക്ഷെ മിരിയാമിനെ കൊണ്ട് കർത്താവ് എന്താ ചെയ്യിച്ചത്? ആദ്യ ദൈവപ്രവൃത്തി ചെയ്യിച്ചത് അവിടെ കുടുംബത്തിലെ അല്ലെ ആ ഒരു മരണാവസ്ഥ, ആ ഒരു മരണത്തിന്റെ അവസ്ഥയിൽ കിടന്ന ആ ഭവനത്തിന് സമാധാനം കർത്താവ് വരുത്തിച്ചു. മിരിയാം അങ്ങനെ നോക്കി നിന്നതിന്റെ ബേസിൽ ഫറവോന്റെ കയ്യിൽ കുഞ്ഞെത്തി. ആ കുഞ്ഞിന് ഒരു അമ്മയെ വേണമെന്ന് ചോദിച്ച് തന്റെ മാതാവിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ തൊക്കണം മിരിയാമിനെ കൊണ്ട് സാധിച്ചു. ദൈവമക്കളെ, ഈ ഒരു ആത്മധൈര്യം ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാപിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമുക്ക് പലപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യം എന്താ, നമ്മുടെ ആത്മീയ നന്മകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, പ്രാർത്ഥിക്കാൻ വരമുണ്ട്, അല്ലെങ്കിൽ വചനം പറയുവാൻ നമ്മുടെ ജീവിതത്തിൽ വരമുണ്ട്, കൃപാവരങ്ങൾ ദൈവം തന്നിട്ടുണ്ട്, ദർശനങ്ങൾ ഇത് പറയുമ്പോൾ തന്നെ പരിശുദ്ധന്മാർ ഇടപെടുന്നുണ്ട്. ഇതിനകത്ത് തന്നെ സ്വപ്നത്തിലൂടെ ദർശനങ്ങൾ കാണുന്നവരുണ്ട് അല്ലെ, പ്രവചിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷേ നമ്മൾ ഈ സന്ധ്യ ഒന്ന് ചിന്തിക്കണം, നമ്മൾ അത് പെർഫെക്റ്റ് ആയിട്ട് ധൈര്യമായി ചെയ്യുന്നുണ്ടോ? ദൈവം നമ്മളെ ഏൽപ്പിച്ച കാര്യത്തിൽ നമ്മൾ പെർഫെക്റ്റ് ആണോ? നമ്മൾ അതിപ്രകാരം ആ മിരിയാമിന്റെ ധൈര്യം പോലെ നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധി നിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ പലപ്പോഴും നമ്മുടെ കഴിവുകേടുകൾ, ബലഹീനതകൾ, ഈ വചനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴും എന്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഒരുപാട് കുറവശങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. മാനുഷ്യ ബലഹീനതകൾ എനിക്കുണ്ട്. മനുഷ്യരുടെ കണ്ണിൽ മാനുഷ്യമായി നോക്കുമ്പോൾ ദൈവത്തിന്റെ വചനവുമായി നിൽക്കുവാൻ എനിക്ക് ഒരു റൈറ്റും ഇല്ലെന്ന് മനുഷ്യർ പറയുന്ന അളവുക്ക് ബലഹീനതകൾ എന്റെ ജീവിതത്തിലുണ്ട്. പക്ഷെ ഒന്നുണ്ട്, ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ, എന്റെ പിതാവിന്റെ രക്തം കൊണ്ട് എന്നെ ശുദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ ജീവിതത്തിൽ ഒരു ബലം തന്നു. ഈ ലോകത്തിൽ ഏതൊക്കെ മനുഷ്യനെ എതിർത്താലും, ഏതൊക്കെ രീതിയിൽ എന്നെ എന്തൊക്കെ ചെയ്യുവാൻ ശ്രമിച്ചാലും എന്റെ പിതാവിന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്നെ കൊണ്ട് സാധിക്കും എന്നൊരു ആത്മീയ ധൈര്യം എന്റെ ജീവിതത്തിൽ തന്നതിന്റെ ഫലമായിട്ടാണ് ദൈവമക്കളെ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ വചനവുമായി നിൽക്കുന്നത്. ഈ ധൈര്യം ഇന്ന് നമ്മൾ പ്രാപിക്കണം. എന്റെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് സെൽഫായിട്ട് പരിശുദ്ധന്മാരോട് പറയണം. നമ്മളൊരു മനുഷ്യരോടല്ല പറയണ്ടേ, നമ്മളെ ഗൈഡ് ചെയ്തൊരു പാസ്റ്ററിനോടല്ല പറയേണ്ടത്. നമ്മൾ ആയിരിക്കുന്ന ഇടത്ത്, നമ്മൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ആ മിരിയാമിന് കിട്ടിയ ഒരു ആത്മധൈര്യം അല്ലെ. നമ്മൾ ആ ഒരു ഭവനത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആദ്യത്തെ ദൈവവേല അവിടെ ആര് സ്റ്റാർട്ട് ചെയ്തു? മിരിയാം സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ നോക്കുമ്പോൾ മോശയെ പറ്റി, അഹരോനെ പറ്റി ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ തന്റെ ജനത്തെ വിടുവിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത പൈതലിന്റെ ആദ്യ റിക്കവറി ആരെ കൊണ്ട് ചെയ്യിച്ചെടുത്തു? ദൈവം മിരിയാമിനെ കൊണ്ട് ചെയ്യിച്ചെടുത്തു അല്ലെ. ആ മിരിയാം മുഖേന എന്ത് സംഭവിച്ചു? ആ ഒരു തന്റെ ജനത്തെ വിടുവിക്കേണ്ട പൈതലിന് ജീവൻ തിരിച്ചു കിട്ടി. തന്റെ മാതാവ് അല്ലെങ്കിൽ തന്റെ ഭവനത്തിലെ ആ ഒരു മരണാവസ്ഥ മാറ്റുവാൻ തക്കൊണ്ടിടയല്ലേ. നമുക്ക് ഒരുപക്ഷെ ചിന്തിക്കുകയാണെങ്കിൽ ഫറവോന്റെ കയ്യിൽ എത്തിയ കുഞ്ഞ് ഈ മിരിയാം ചെന്ന് ചോദിച്ചില്ലായിരുന്നെങ്കിൽ ഫറവോന്റെ കൊട്ടാരത്തിൽ തന്നെ വസിക്കും അല്ലെ, കൊട്ടാരത്തിൽ തന്നെ ജീവിക്കാൻ തക്കൊണ്ട് ഇടയാവും. പക്ഷെ ആ മാതാവിന്റെ സങ്കടം മാറുമോ? ഒരിക്കലുമില്ല. കാരണം ഇതിലിരിക്കുന്ന എല്ലാവർക്കും എനിക്കറിയാം, ഒരുമാതിരിപ്പെട്ട എല്ലാവരും മാതാക്കളാണെന്നറിയാം. തന്റെ മക്കൾ കൺമുമ്പിൽ വളരുന്നുണ്ട്, പക്ഷെ ഒന്ന് ചേർത്ത് പിടിക്കാൻ കഴിയുന്നില്ല. തന്റെ സ്വന്തം പാല് കൊടുത്തൊന്ന് ആ കുഞ്ഞിനെ ഒന്ന് വളർത്തുവാൻ അല്ലെങ്കിൽ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുകയാണ് അല്ലെ. അതിൽ നിന്നെല്ലാം മിരിയാം തന്റെ ഫാമിലിയെ വിടുവിക്കാൻ തൊക്കണം ഇടയായല്ലേ. അങ്ങനെ ശക്തമായി കർത്താവ് എടുത്ത് ഉപയോഗിച്ചൊരു വ്യക്തി ജീവിതമാണ് മിരിയാം. പക്ഷെ പലപ്പോഴും നമ്മളത് ഓർക്കാറില്ല. പക്ഷെ മിരിയാമിന് കിട്ടിയ പോലെ ഒരു ആത്മീയ ധൈര്യം നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് കിട്ടേണ്ടത് ഏറ്റവും ആവശ്യമാണ്. വീണ്ടും നമുക്കറിയാലോ, മിരിയാമിനെ പറ്റി അധികം ഒന്നും നമ്മുടെ വചനത്തിൽ പറഞ്ഞില്ല. 4 ഭാഗത്തെടുത്തേ പറഞ്ഞുള്ളൂ. പുറപ്പാടിന്റെ 15:20 പറയുന്നുണ്ട്. പുറപ്പാടിന്റെ 15:20 പറയുന്നത്, അഹരോന്റെ സഹോദരി
മിരിയാം എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്തു. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം അല്ലെ. ഇത് പറയുമ്പോ തന്നെ നമുക്കറിയാം, ചെങ്കടലിന് മുന്നിൽ പോയി നിന്നു അല്ലെ. ആ ഒരു അവസ്ഥ നമുക്കെല്ലാം അറിയാം. നമ്മള് നോക്കുമ്പോൾ മോശ തന്റെ ജനത്തിന് വേണ്ടി നിന്നു, മോശയും അഹരോനും നിന്ന് കർത്താവ് ശക്തമായി എടുത്തുപയോഗിച്ചു. മുന്നിൽ ചെങ്കടലിന് തൊട്ടുപുറകിൽ ഫറവോൻ അല്ലെ. ആ ഒരു അവസ്ഥയിൽ നിന്നപ്പോ പോലും കർത്താവ് വഴി തുറന്നു. ആ തന്റെ ജനം വെളിയിൽ വന്നു. അവിടെ കടൽ രണ്ടായി പിളർന്നു. തന്റെ ജനത്തിന് വഴിയൊരുക്കി കൊടുത്തു അല്ലെ. വഴിയൊരുക്കി കൊടുത്ത് ദൈവം അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന തന്റെ ജനത്തെ ആ ഒരു കടലിന് അപ്പുറം എത്തിച്ചപ്പോൾ ആദ്യം എടുത്ത കാര്യമെന്നാ, മിരിയാം ഫസ്റ്റ് ചെയ്തെന്നാ, അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്തു അല്ലെ. അതിന്റെ അർത്ഥം എന്നാ? അവിടെ പറയുമ്പോ തന്നെ പറയുന്നുണ്ട് പ്രവാചകി എന്ന്. അപ്പോൾ നമുക്കറിയാം ദൈവത്തിന്റെ ശബ്ദമായി നിന്നൊരു വ്യക്തി ജീവിതമാ അല്ലെ മിരിയാം. കാരണം അവിടെ ജീവിതത്തിൽ, ആ വ്യക്തി ജീവിതത്തിന്റെ ഹൃദയത്തിൽ അന്നുണ്ടായ ഒരാത്മധൈര്യവും ദൈവിക പ്രസൻസും, ആ ചെങ്കടൽ പിളർന്ന് അപ്പുറേ ചെന്നപ്പോഴും സ്റ്റാർട്ടിങ് തന്റെ കയ്യിലിരുന്ന മിരിയാം തന്റെ കയ്യിലിരുന്ന തപ്പെടുത്ത് ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ ആ ദൈവത്തോടുള്ള നന്ദിയും സ്നേഹവും എന്തുമാത്രമല്ലേ. ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മ തരുന്നുണ്ടെങ്കിൽ ഒരു സ്തുതിക്കും അല്ലെ, കർത്താവിനെ ഒന്ന് വാഴ്ത്തുവാൻ സ്തുതിക്കാൻ. കാരണം നമ്മളെല്ലാവരും നന്മകൾ അനുഭവിക്കുന്നവരാ അല്ലെ. ഭൗതികവും ആത്മീയമായിട്ട് നന്മകൾ നമ്മുടെ ജോലി മേഖല, സാലറിയിൽ എല്ലാത്തിനും നന്മ അനുഭവിക്കുന്നവരാ. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മ തന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഞാനാണെങ്കിൽ, ഞാൻ എന്നെ തന്നെ പറയാം, ഞാനാണെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ആദ്യം ഫോൺ എടുക്കും അല്ലെ. ഞാൻ ആദ്യം ചെയ്യുന്ന വിഷയം എന്തായിരിക്കും? ഫോൺ എടുക്കും. കാരണം ഒരു ദൈവവചനം എടുക്കുവാനോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് നമ്മൾ ആ ദൈവസന്നിധിയിൽ ഒരു നന്ദി പറയാൻ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മുടെ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ തന്ന ഒരു നന്മയും കർത്താവിന് തിരിച്ചു വേണ്ട. അപ്പൻ നമ്മുടെ ജീവിതത്തിൽ തന്ന നന്മകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നതാ. അദ്ദേഹം നമുക്ക് മക്കളായ നമുക്ക് സ്വന്തമായിട്ട് തന്ന കാര്യങ്ങളാ. പലപ്പോഴും അത് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ സ്തുതിക്കും മഹത്വത്തിന് യോഗ്യമായ ഒരു ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ആ മിരിയാം തപ്പെടുത്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതൽ തരുമ്പം, നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മ തരുമ്പം നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നുണ്ടോ, സ്തുതിക്കേണ്ടതുപോലെ സ്തുതിക്കുന്നുണ്ടോ എന്ന് നമ്മളെ തന്നെ ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമായ കാര്യമാണ്. കാരണം താഴോട്ട് വായിക്കുമ്പോഴൊക്കെ വ്യക്തമായി മിരിയാമിനെ പറ്റി നമ്മൾ പിന്നെ വായിക്കുമ്പോഴും നമ്മളുണ്ട്, മിരിയാമിന്റെ ജീവിതത്തിൽ ചെറിയൊരു പ്രശ്നങ്ങൾ വന്നു എങ്കിൽ പോലും, ഒരു രോഗം വന്നു എങ്കിൽ പോലും കർത്താവ് അവൾ വിടുതൽ നൽകി അല്ലെ. ലാസ്റ്റ് നോക്കുമ്പോ എന്താ, മിരിയാം മരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട, എന്റെ ഒരു കോൺസെപ്റ്റ് പറയുകയാണെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫ്യൂണറൽ സർവീസ് ഒക്കെ കിട്ടിക്കാണും. എന്താ? ദൈവത്തിന് വേണ്ടി നിന്നു. ചെറുപ്രായം മുതൽ തന്നെ ദൈവത്തിന്റെ ആ ഒരു പ്രസൻസും സാന്നിധ്യം അനുഭവിച്ച് ദൈവനാമത്തിന് വേണ്ടി ശക്തമായി നിൽക്കുവാൻ തയ്യാറായപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകി അല്ലെ. നമുക്കറിയാം പെട്ടെന്ന് ഒരു പ്രവചന വരം നമ്മുടെ ജീവിതത്തിൽ കിട്ടത്തില്ല. കർത്താവിന് നമ്മളോട് മനസ്സലിവ് തോന്നി നമ്മുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയൊരു കൃപയാ. കാരണം ഒരു വ്യക്തി ദൈവ ശബ്ദമായി പ്രവചിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെ, അത് പറഞ്ഞ് ഷാർപ്പായിട്ട് പ്രവചിക്കണമെങ്കിൽ കർത്താവിന്റെ കൃപ നമുക്ക് ഏറ്റവും കൂടെ തന്നെ വേണം. പരിശുദ്ധാത്മാവിന്റെ കൃപയും സാന്നിധ്യം ഇല്ലാതെ നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല. ആ ഒരു പ്രവാചകിയായി മിരിയാമിനെ കർത്താവ് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള സ്നേഹവും അതിനെല്ലാം ഉപരി ഒരു ധൈര്യം അല്ലെ. ആ ജനത്തിന്റെ മുന്നിൽ തപ്പെടുക്കണമെങ്കിൽ ഒരു പ്രത്യേക ധൈര്യം വേണം അല്ലെ. കാരണം മിരിയാം തപ്പെടുത്തതിന്റെ ഫലമായി ഒരു കൂട്ടം സമൂഹം അല്ലെ. ബാക്കിലോട്ട് നമ്മൾ വായിക്കുമ്പോൾ ആ ഒരു വ്യക്തി ജീവിതങ്ങൾ മുഴുവൻ അവിടെ പാടുവാനും സ്തുതിക്കുവാനും ആരെ സ്തുതിച്ചു? തങ്ങളെ വിടുവിച്ച ദൈവത്തെ സ്തുതിക്കാൻ തക്കോണം ഇടയായി. ഈ ദിവസങ്ങളിൽ നമ്മളും മിരിയാമിനെ പോലെ തപ്പെടുക്കണം. കർത്താവിന്റെ സന്നിധി നമ്മളും പാടി സ്തുതിക്കണം. കർത്താവിനോട് പറഞ്ഞു, പിതാവേ, ഇന്ന് ഞാൻ ആയിരിക്കുന്നത്, എന്നെ നിർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയൊന്നും മാത്രമാ. സ്വന്തമായി നേടിയതല്ല, സ്വന്തം സർട്ടിഫിക്കറ്റ് അല്ല, സ്വന്തം കഴിവല്ല, ഒന്നുമല്ല. എന്റെ പിതാവ് എന്റെ ജീവിതത്തിൽ തന്ന നന്മയാ എന്ന് പറഞ്ഞ് ദൈവത്തിന് സ്തുതിയും മഹത്വവും അല്ലെ. ആ ബ്രദർ പാടിയതുപോലെ എണ്ണി എണ്ണി സ്തുതിക്കുവാൻ. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രായത്തിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്ന നന്മകളും സ്തുതികളും മീൻസ് നമ്മൾ ഈ ഒരു പ്രായം പോരാ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്ന നന്മകൾക്ക് സ്തുതിയും മഹത്വവും കൊടുക്കാൻ. പക്ഷെ നമ്മള് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പോലും അല്ലേ. നമ്മളൊരു 24 hours ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ 24 hours നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, എത്ര നേരം നമ്മൾ ദൈവസന്നിധിയിൽ മാറ്റി വെക്കുന്നുണ്ട്? അല്ലെങ്കിൽ എത്ര പേർക്കൂടി നമ്മൾ ആത്മാർത്ഥ ഹൃദയത്തോടൊന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്? ഇരിക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, പ്രാർത്ഥന ശക്തമായ രീതിയിൽ പ്രാർത്ഥിക്കാൻ, വെട്ടി പ്രാർത്ഥിച്ച് വിടുതൽ കണ്ട് എഴുന്നേക്കാൻ പവറുള്ള വ്യക്തി ജീവിതങ്ങൾ ഈ മിനിസ്ട്രിയിലുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ ഇടപെടുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരു വ്യക്തി ജീവിതം നമ്മുടെ അടുത്ത് വന്ന് ഒരു പ്രാർത്ഥിക്കാമോ, ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എത്ര പേർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്?
ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മിനിസ്ട്രി നമ്മളിൽ നിന്ന് ഏൽപ്പിക്കുമ്പോൾ ഒരു റെസ്പോൺസിബിലിറ്റിയുടെ ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടി ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ എത്ര പേര് ചെയ്യുന്നുണ്ട്? ഞാൻ അത് ചെയ്യാം, ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ എന്ന് പറഞ്ഞ് എത്ര പേര് അംഗീകരിക്കുന്നുണ്ട്? നമ്മൾ പല പല എക്സ്ക്യൂസുകൾ പറയാറുണ്ടല്ലേ. എനിക്ക് ടൈമില്ല, ഡ്യൂട്ടി ഉണ്ട്, ഇല്ലെങ്കിൽ എനിക്ക് കിച്ചണിലെ കാര്യങ്ങൾ നോക്കണം, എന്റെ ഫാമിലിയെ പറ്റി നോക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ എക്സ്ക്യൂസുകൾ പറഞ്ഞാണ് പലപ്പോഴും ദൈവമക്കളെ നമ്മൾ പലതിൽ നിന്ന് ഒഴിവാകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് അങ്ങനെ ഒഴിവാകാൻ പറ്റുമോ? ഇന്ന് നമ്മൾ അകത്തോട്ടെടുക്കുന്ന ശ്വാസം വെളിയിലോട്ട് വിടുന്നത് ദൈവത്തിന്റെ ദാനമാണ്. പക്ഷെ നമ്മളത് റിയലൈസ് ചെയ്യാറില്ല. നമുക്ക് എന്താ ഫസ്റ്റ് ഇല്ലാത്തത്? ആത്മധൈര്യമേ ഇല്ല, അല്ലെ? പലപ്പോഴും നമ്മളെ ധൈര്യക്ഷയമാണ് നമ്മളെ പല കാര്യങ്ങളിലേക്കും കടന്നു പോകാതെ, അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് കൈവെക്കാതെ, ആത്മീയ നിയോഗത്തിലേക്ക് കടക്കാതെ നമ്മൾ നിൽക്കുന്നത് എന്താ? നമ്മുടെ ധൈര്യക്കുറവാ. നമ്മൾ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ ഒരു പ്രത്യേക ധൈര്യം, ആ മിരിയാമിന് കിട്ടിയ ഒരു ധൈര്യം, ഫറവോന്റെ മകടെ മുന്നിൽ പോയി നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി, അല്ലെ? നമ്മളെല്ലാവരും ഒരുമാതിരിപ്പെട്ടവരൊക്കെ നമ്മൾ ജോലി മേഖലയിലുള്ള വ്യക്തി ജീവിതങ്ങളാ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എന്റെയോ നിങ്ങളുടെ സീനിയറിന്റെ മുന്നിൽ പോയി ഒരു കാര്യം പറയുവാൻ നമ്മളടുത്ത് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ രണ്ടു വട്ടം ചിന്തിക്കും. എന്നിട്ട് നമ്മൾ ആദ്യം പിന്നെ പോയി ചോദിക്കും, നമ്മുടെ സഹപ്രവർത്തകർക്ക് പോയി ചോദിക്കും, ഇന്നയാടെ മാനേജറുടെ മൂഡ് എങ്ങനെയുണ്ട്, പുള്ളിക്കാരത്തി ഹാപ്പി മൂഡിലാണോ, അതോ വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കിയാണോ വന്നേ എന്ന് നമ്മൾ അന്വേഷിക്കാറുണ്ട്. നമുക്ക് മാനുഷികമായ കാര്യങ്ങൾ പോലും നമുക്ക് ധൈര്യമില്ലാത്തവരായി തീരുക, അല്ലെ? ഈ ദിവസങ്ങളിൽ ആ ഒരു ചിന്താഗതി മാറ്റണം. ദൈവസ്ഥിതി നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പറയണം, കർത്താവേ, എന്റെ ജീവിതത്തിൽ പിതാവ് എന്ത് നന്മ തന്നാലും അതിനനുസരിച്ച് ധൈര്യത്തോടെ ദൈവിക വേല ചെയ്യുവാനുള്ള ഒരു കൃപ എന്റെ ജീവിതത്തിൽ തരണമേ എന്ന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അവിടെ നമ്മുടെ ജീവിതത്തിൽ വിടുതൽ നൽകും. കർത്താവ് അത് നോക്കും. ഏൽപ്പിച്ച താലന്ത് എന്താ ചെയ്തിരിക്കുന്നത് കർത്താവ് നോക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തോട് പരാതിപ്പെടാറുണ്ട്, കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, പക്ഷേ എന്റെ വിഷയത്തിന് എന്നാ മറുപടി ഇല്ലാത്ത എന്ന്. പലപ്പോഴും കാരണം അപ്പൻ നമ്മളോടൊപ്പം തിരിച്ച് സംസാരിക്കുന്നു, മോളെ, ഞാൻ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ നീ റെസ്പോൺസിബിലിറ്റിയോടെ ചെയ്യുന്നില്ല. അപ്പൻ വെമ്പി നിൽക്കുക. ഇപ്പൊ എന്റെ നിങ്ങളുടെ കാര്യത്തിലൊരു പ്രാർത്ഥനാ വിഷയത്തിൽ ഒരു വിടുതൽ തരുവാൻ നമ്മളെക്കാൾ കൂടുതൽ ആഗ്രഹിച്ച് നിൽക്കുന്ന നമ്മുടെ പിതാവാ, അല്ലെ? ഞാൻ ഇതിനകത്ത് ഇപ്പൊ ആ സഹോദരി ഷേല സിസ്റ്റർ പ്രാർത്ഥിച്ചപ്പം ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങൾ കേട്ടു. നമ്മൾ നമ്മളെ തന്നെ തിരുത്തി ഒന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ദൈവസന്നിധി നമുക്ക് തന്നേക്കുന്ന താലന്തുകൾ നമ്മൾ അതുപോലെ ഉപയോഗിക്കുന്നുണ്ടോ? ആ ഉപയോഗിച്ചില്ല എങ്കിൽ എന്താ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനുള്ള സ്നേഹമെന്ന് നമ്മളെ തന്നെ ഒന്ന് ഓർപ്പിക്കേണ്ട ഏറ്റവും ആവശ്യമാണ്. ഞാൻ ഇതിനോട് കൂടെ തന്നെ ഒരു വ്യക്തി ജീവിതത്തെ കൂടെ ഞാൻ അതിനോട് ഞാൻ അനുബന്ധിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് മറ്റാരുമല്ല, ഇയ്യോബ്. ഇയ്യോബിനെ പറ്റി പറയുമ്പോഴും ഈച്ച് ആൻഡ് എവറിത്തിങ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? ഇയ്യോബ് നല്ല ദൈവം സാക്ഷ്യം പറഞ്ഞൊരു വ്യക്തിയായിരുന്നു ഇയ്യോബ്, അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനോ എടുത്തു വായിക്കുവാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇയ്യോബിന്റെ ഹിസ്റ്ററിയും മൊത്തം നമുക്കെല്ലാം കാണപ്പാടമാണ്. ദൈവം സാക്ഷ്യം പറഞ്ഞതാ. എന്റെ മകൻ നിഷ്കളങ്കനും നിർമ്മലനുമായ ഒരു പൈതൽ എന്ന് പറഞ്ഞ ദൈവം സാക്ഷ്യം പറഞ്ഞൊരു വ്യക്തി ജീവിതമായിരുന്നു ഇയ്യോബ്. ആ ഇയ്യോബിന്റെ ജീവിതത്തിൽ വന്ന കഷ്ടതകൾ, പ്രയാസങ്ങൾ, അല്ലെ? പക്ഷെ ദൈവത്തെ തള്ളി പറഞ്ഞോ? ഇല്ല. എങ്കിലും ആ ഒരു ലാസ്റ്റ് ഇയ്യോബ് തന്നെ 42:8 ഒരു വാക്യം പറഞ്ഞിട്ട്, ഇയ്യോബിന്റെ കൂട്ടുകാരോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ ദാസനായ ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അല്ലെ? അതായത് 42:8 പറഞ്ഞിട്ടുണ്ട്, ആകയാൽ നിങ്ങൾ 7 കാളകളെ 7 ആട്ടുകൊറ്റങ്ങളെ എന്റെ ദാസനായ ഇയ്യോബിന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമയാഗം കഴിപ്പീൻ, എന്റെ ദാസനായ ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു ആവശ്യമാണ്. ഇയ്യോബിനെ വെച്ച് നോക്കുവാണെങ്കിൽ മൊത്തം നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, ഭാര്യ നഷ്ടപ്പെട്ടു, എല്ലാരും തള്ളിപ്പറഞ്ഞു, ആരോഗ്യം നഷ്ടപ്പെട്ടു, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ട് ഒരു ബിഗ് സീറോ ആയിട്ട് നിൽക്കുക. ആ സമയത്ത് ദൈവം തന്റെ ഇയ്യോബിന്റെ കൂട്ടുകാരോട് പറയാ, ഇന്ന പോലെ ചെയ്യ, അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്, അല്ലെ? ഈ സ്ഥാനത്ത്, ഇയ്യോബിന്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ പ്രാർത്ഥിക്കുമോ? നമ്മൾ പ്രാർത്ഥിക്കാൻ വരുന്ന വ്യക്തി ജീവിതങ്ങളോട് പറയും, എന്റെ പൊന്നു കുഞ്ഞെ, എനിക്കെന്നേ 1008 പ്രശ്നങ്ങളുണ്ട്, ഞാൻ ആദ്യം പ്രാർത്ഥിച്ച് വിടുതലെടുക്കട്ടെ, എന്നിട്ട് നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഒറ്റ വാക്കിൽ നമ്മൾ അവരെ പറഞ്ഞു വിടും, അല്ലെ? കാരണം പല വ്യക്തി ജീവിതങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയും, എനിക്ക് ആൾക്കൂടെ മനസ്സ് ശരിയല്ല, അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എനിക്ക് വചനം എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്റെ മനസ്സ് ശരിയല്ല, കാരണം ഇന്ന പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുന്നു എന്ന് പറഞ്ഞ് പലതും നമ്മൾ ബ്ലോക്ക് ചെയ്യുക, അല്ലെ? നമ്മൾ താഴ്ത്തു വായിക്കുമ്പോൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിന്റെ സ്ഥിതി മാറ്റം വന്നു. വ്യക്തമായി വചനം നമ്മളത് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അവിടെ കാണേണ്ട ഒരു കാര്യം, ഇയ്യോബ് നല്ലൊരു പ്രാർത്ഥനാ വീരനാണെന്നുള്ളത് ദൈവത്തിന് നന്നായിട്ട് അറിയാം. കാരണം ഇയ്യോബിന്റെ ജീവിതത്തിൽ എല്ലാ നന്മകളും പ്രാപിച്ചത് പ്രാർത്ഥിച്ച് തന്നെയാണ് ഇയ്യോബ് നേടിയത്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ എല്ലാ നഷ്ടങ്ങളുടെ നടുവിലും കൂട്ടുകാരെ പറഞ്ഞു വിടുക, നിങ്ങൾ ചെല്ല്, ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്.
അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴാണ് യോബിന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ കർത്താവ് കൊടുത്തത്. കൊടുത്തതിന് ഇരട്ടി നന്മകൾ കൊടുത്തു, അനുഗ്രഹിച്ചു അല്ലെ. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പല വ്യക്തി ജീവിതങ്ങളെ നമ്മുടെ അടുത്ത് അയക്കുന്നുണ്ട്. നമ്മൾ ഒരുപക്ഷെ ഹൃദയഭാരത്തോടെ ആയിരിക്കാം, നമ്മൾ ഏതെങ്കിലും വിഷയത്തിൽ കൂടി കടന്നു പോകുന്ന സമയത്തായിരിക്കാം ആ വ്യക്തി ജീവിതം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. പക്ഷേ നമ്മൾ ഈ ദിവസങ്ങൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്, നമ്മൾ നമ്മളെ തന്നെ ചിന്തിക്കേണ്ട ഒരു സമയം അടുത്തിരിക്കുക. കാരണം താലന്ത് നമ്മൾ എന്ത് ചെയ്തിരിക്കുക? കുഴിച്ചിട്ടിരിക്കുക. ആ കുഴിച്ചിട്ട താലന്ത് നമ്മൾ വെളിയിലെടുക്കുവാൻ ഏറ്റവും സമയം അടുത്തു. കർത്താവിന്റെ വരം ഏറ്റവും അടുത്തിരിക്കുക. നമ്മളെ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുക. ഒരു കള്ളനെ പോലെ നമ്മുടെ പിതാവ് വരുമ്പോൾ പോകാൻ റെഡിയായിട്ട് നിൽക്കുക. പക്ഷേ നമ്മൾ ചെയ്യേണ്ട വേലകൾ, കർത്താവ് നമ്മളെ ഏൽപ്പിക്കുന്ന കൃപാവരങ്ങൾക്ക് നമ്മൾ ഒന്നും ചെയ്യാതെ കയ്യും കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് നമ്മൾ ആയിരിക്കുന്നത്. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ അതിനൊരു മാറ്റം വേണം. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എന്ത് ആത്മീയ നന്മ തന്നിട്ടുണ്ടോ അതിന് നമ്മൾ ദശാംശം കൊടുക്കുന്നവരായിരിക്കും, ടൈറ്റ് കൊടുക്കുന്നവരായിരിക്കണം. അതിന് നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കണ്ട. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്ന ദാനമാണ്. പലപ്പോഴും നമുക്ക് ചിന്തിക്കുന്നില്ല, നമ്മൾക്ക് കർത്താവ് ഒരു നന്മ വന്ന് നമ്മൾ ദൈവത്തിന് തിരിച്ചു കൊടുക്കണമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥന ആവശ്യമില്ല അല്ലെ. പക്ഷെ നമ്മുടെ കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവ് നമ്മളെ ഏൽപ്പിച്ച കൃപാവരങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ ആയിരിക്കാൻ തക്കണം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ, മറ്റുള്ള വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇടിവിൽ നിൽക്കുവാൻ പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറാകുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തില് വലിയ വിടുതലിനെ കർത്താവ് ചെയ്യും. എനിക്ക് സാക്ഷ്യത്തോടെ പറയാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, എന്റെ ജീവിതം ഒരു വ്യക്തി ജീവിതത്തിന്റെ കയ്യിൽ നിന്ന് കടമെടുത്തല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്ന് എനിക്ക് പറയാൻ പറ്റും, ഏകദേശം ഒരു 10-28 വർഷക്കാലം ദൈവത്തെ അറിയാതെ, മീൻസ് ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കാതെ, വളരെയധികം എന്റേതായ ഒരു 10-38 വർഷക്കാലം, 38 വർഷക്കാലം ദൈവത്തെ അറിയാതെ, ദൈവസ്നേഹം മനസ്സിലാക്കാതെ ഞാൻ എന്റേതായ രീതിയിൽ നടന്നു. എന്റെ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. പലവിധമായ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ കൂടി കടന്നുപോയപ്പോൾ ദൈവത്തെ വെറുക്കുവാൻ തൊക്കെ ഇടയായി. ഈ കൂടുതൽ ഏറ്റവും കൂടുതൽ എനിക്ക് എപ്പോഴും പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് ക്രൂശിൽ കടന്ന് അനുഭവിച്ചൊരു വേദനയുണ്ടല്ലോ, നമ്മുടെ പിതാവ് അനുഭവിച്ചൊരു വേദനയുണ്ടല്ലോ, അതിനേക്കാൾ കൂടുതൽ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും നമ്മുടെ ലൂക്കോസ് പനിറ്റി പറഞ്ഞ പോലെ മുടിയനായ ഒരു പുത്രനെ കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മുടിയനായ പുത്രിയായിരുന്നു ഞാൻ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്റെ മുഖത്തേക്ക് നോക്കാം. അങ്ങനെ ഒരു വ്യക്തി ജീവിതത്തെ കാണണമെങ്കിൽ നിങ്ങൾക്ക് എന്റെ മുഖത്തേക്ക് നോക്കാം. പക്ഷേ ഒരു 4 വർഷങ്ങൾക്ക് ശേഷം എന്റെ ജീവിതത്തിൽ ചില ടേണിംഗ് പോയിന്റുകൾ കർത്താവ് തന്നു. ഞാൻ ഈ കുവൈറ്റിലേക്ക് കടന്നു വന്നത് എന്റെ പിതാവിന് വേണ്ടിയായിരുന്നു എനിക്ക് മനസ്സിലായി. എല്ലാം നഷ്ടപ്പെട്ടവളായി, ഒരു സാമ്പത്തികമില്ല, കുടുംബജീവിതമില്ല, എല്ലാം തകർന്ന് ഒന്നുമില്ലാത്തവളായി ഞാൻ ഈ കുവൈറ്റിലേക്ക് കടന്നു വന്ന എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ എന്റെ പിതാവ് എനിക്ക് തന്ന ദാനങ്ങളാ, എന്റെ ജീവിതത്തിൽ തന്ന നന്മകളാ. എനിക്ക് അതുകൊണ്ട് സുവിശേഷത്തെ പറ്റി ഒരു ലജ്ജയുമില്ല. എന്റെ ജീവിതത്തിൽ കുറവശങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അതെല്ലാം ക്ഷമിച്ച് എന്റെ പിതാവ് എന്റെ പ്രിയ മകളായി ചേർത്ത് പിടിച്ചതിന് ശേഷം ദൈവമക്കളെ, എനിക്കൊന്ന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഒരു മനുഷ്യന്റെ മുന്നിൽ കരയേണ്ടി വന്നിട്ടില്ല. എന്റെ പിതാവിന്റെ സ്നേഹത്തിലും ആ ഒരു സ്നേഹത്തില് ഞാൻ ഇപ്പോഴും എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഞാൻ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല, എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. പക്ഷെ എനിക്ക് ഒന്നറിയാം, എന്റെ പിതാവ് ജീവന തുല്യമായി എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ ജീവിക്കുന്ന സാക്ഷിയാണ് ഞാൻ. അതുകൊണ്ട് ദൈവമക്കളെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരുപാട് നന്മകൾ തന്നിട്ടുണ്ട്, ആത്മീയ നന്മകൾ തന്നിട്ടുണ്ട്. ലജ്ജ കൂടാതെ നമ്മുടെ അപ്പൻ നമ്മുടെ കൂടെ നിൽക്കും. എനിക്കത് 100% പറയാൻ പറ്റും. ഞാൻ ഇന്ന് ഈ വചനവുമായിട്ട് ദൈവമക്കളെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എന്റെ അനുഭവ സാക്ഷ്യത്തിലൂടെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു ബൈബിൾ കോളേജിൽ പോയി പഠിച്ചതോ ഒരു സൺഡേ സ്കൂളിൽ പോലും ഞാൻ പോയിട്ടില്ല. ഒരു വാക്യം എനിക്ക് കാണാതെ പറയാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു. ഈ ബൈബിൾ വായിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ ഞാൻ ഇപ്പൊ റീസെന്റ് ആണ്, ഒരു 3-4 വർഷമേ ആയിട്ടുള്ളൂ ഈ വചനം ഒന്നെടുത്ത് സംസാരിക്കുവാൻ, എന്ന് വായിക്കുവാൻ ഞാൻ തുടങ്ങിയിട്ട്. ആ രീതി ദൈവസന്നിധി വിട്ടുപോയോളാം. പക്ഷെ ദൈവത്തിന്റെ സമയമായപ്പോ ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കി ഞാൻ ആത്മീയ നന്മകൾ കർത്താവിന്റെ ജീവിതത്തിൽ തരുവാൻ തക്കോണം ഇടയായി. അത് എനിക്ക് ഒരു ലജ്ജ കൂടാതെ ഇന്ന് ഞാൻ അനേകർക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട്, അതിന്റെ എല്ലാ കൃപാവരങ്ങളും പ്രാപിച്ചുകൊണ്ട് ദൈവമക്കളെ നിങ്ങളടുത്ത് പറഞ്ഞത്, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക് വലിയ വിടുതലിനെ കർത്താവ് തരും. ഒന്ന് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മളെ ഏൽപ്പിച്ച ചില റെസ്പോൺസിബിലിറ്റികൾ നമ്മൾ പാലിക്കുവാൻ തൊക്കണം ഇടയാകണം. പലപ്പോഴും നമ്മൾ നമ്മുടെ കുറവശങ്ങൾ പറഞ്ഞ് മറുതലിച്ച് നിൽക്കുക. അതിനെല്ലാം നമ്മൾ മാറുവാൻ തൊക്കണം ഇടയാവുകയാണെങ്കിൽ പിതാവ് നമ്മളൊരു മിറാക്കിളാക്കും, ഒരു അത്ഭുത സാക്ഷ്യമാക്കും. അനേകർ മുന്നിൽ പെട്ടകവുമായി ദൈവത്തിന്റെ വചനമായി നിൽപ്പാൻ കർത്താവ് നമ്മളെ ശക്തീകരിക്കും. ഞാൻ ഇന്ന് നിങ്ങളടുത്ത് സംസാരിക്കുന്നത്, ഞാൻ എപ്പോഴും പറഞ്ഞു, ഞാൻ പഠിക്കുന്ന കാലത്ത് ഏറ്റവും പുറയിൽ ബെഞ്ചിലിരിക്കുന്ന ഒരു വ്യക്തിയാ. എല്ലാവരും ഫേസ് ചെയ്യാൻ പേടിയാ, ആരുടെ മുന്നിൽ പോകത്തില്ല. പഠിക്കാനൊക്കെ വളരെ മോശമായിരുന്നു, ബുദ്ധിയില്ലാണ്ടല്ല, ആ രീതിയിലൊക്കെ ഒരുപാട് സാക്ഷ്യമുള്ളതാണ് ഞാൻ. ഏറ്റവും പുറയിലാണ് ഞാൻ പോയിരിക്കുന്നത്. ഒരാളോട് സംസാരിക്കത്തില്ല, ചിരിക്കത്തില്ല,
ഏതാണ്ട് 38 വർഷക്കാലം ചിരിക്കാതിരുന്ന ഒരു വ്യക്തി ജീവിതം ഉണ്ടെങ്കിൽ ഞാനായിരുന്നു അത്. എനിക്ക് പറയാൻ പറ്റും. പക്ഷേ ഇന്ന് എന്റെ വായ അടയ്ക്കണമെങ്കിൽ ഞാൻ ഡ്യൂട്ടി സ്ഥലത്ത് ചെന്നാൽ പോലും പറയും, നിന്റെ വായ വെച്ച് നേരം അടച്ചു വെക്കും, ഒന്ന് ചിരിക്കാതിരിക്കുക. കാരണം എന്റെ ജീവിതത്തിൽ കർത്താവ് ആദ്യം തന്ന കൃപ ചിരിക്കാനുള്ള കൃപ. അതൊക്കെ ഒരുപാട് ടെസ്റ്റിമണിയാ, പറഞ്ഞാൽ ഒരു ദിവസം പോരാ. പക്ഷെ സമയം പോകുന്നില്ല. എനിക്ക് വചനം ഓടിത്തീർക്കേണ്ട കാര്യമുള്ളവരോട് മാത്രം ദൈവമക്കളെ നിങ്ങളോട് പറയാൻ പറ്റും. ദൈവം നമ്മുടെ ജീവിതത്തിൽ, കാരണം നമുക്കറിയാം ചിരി എന്ന് പറയുന്നത് കൃപയാ. ആ ചിരിച്ച മുഖത്തോടെ നമ്മൾ പ്രയാസത്തിലാക്കുന്ന വ്യക്തി ജീവിതത്തിൽ എത്തുന്ന ആശ്വാസത്തോടെ ചെന്ന് നോക്കിയേ, അവരുടെ ജീവിതത്തിൽ ഒരു വിടുതൽ കർത്താവ് കൊടുക്കും അല്ലെ. പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ചിരി നിസ്സാരമായി നമ്മൾ കരുതും. പക്ഷെ ചിരിക്ക് വലിയൊരു പവർ ഉണ്ടെന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങളടുത്ത് പറഞ്ഞ കൂട്ടത്തിൽ അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ മുന്നോട്ട് പോട്ടെ, കാരണം നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സാക്ഷ്യങ്ങൾ കയറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സമയം പോകുന്നു. പക്ഷെ അല്പം ദൈവമേൽപ്പിച്ച വചനമുണ്ട്, അതുമായിട്ട് മുന്നോട്ട് പോട്ടെ. ആത്മീയ നന്മകൾ നമ്മൾ ഷെയർ ചെയ്യുന്നവരായിരിക്കണം. അത് നമ്മൾ കുഴിച്ചിടരുത്, പറയും കീഴ് വെക്കരുത്, തണ്ടിമേൽ വെക്കുക, ധൈര്യമായി വെക്കുക. കർത്താവ് അതിനെ ബാക്കി പ്രകാശിപ്പിച്ചോളും. അത് അനേകർക്ക് ആവശ്യമുള്ള വ്യക്തി ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്, നമ്മുടെ ഭവനത്തിലുണ്ട്. അത് ഇന്ന് ഈ ദിവസം നമ്മുടെ കണ്ണ് തുറക്കണം, ആത്മീയ കണ്ണിനെ തുറക്കണം. നമ്മുടെ മുന്നിൽ പലപ്പോഴും പ്രയാസങ്ങളായിട്ട് വരുന്നവരുടെ ഹൃദയഭാരം നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, വചനം പറയാൻ തയ്യാറാവുകയാണെങ്കിൽ, പ്രവചിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിടുതൽ കർത്താവ് വലിയവ ചെയ്യും. ഇയ്യോബിന്റെ സ്ഥിതി മാറ്റിയതുപോലെ നമ്മൾ പിന്നെ നമ്മുടെ ആവശ്യങ്ങളോ ഡേർക്കുറിപ്പോ കർത്താവിന്റെ പുറകെ നടക്കേണ്ട കാര്യമില്ല. അത് അപ്പൻ നോക്കിക്കോളും. ഞാൻ അനുഭവസ്ഥയായോണ്ടാണ് ഞാൻ പറയുന്നത്. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു മെന്റാലിറ്റിക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരട്ടെ. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു കണ്ടന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഭൗതിക നന്മ കർത്താവ് തന്നിട്ടുണ്ട് അല്ലെ. ഇന്നെല്ലാവരും ഭൗതിക നന്മകൾ, നല്ല വീട്, കാറ്, സാലറി ഒക്കെ അല്ലെ അനുഭവിച്ച് നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങളാണ്. ദൈവമക്കളെ, നമുക്കൊന്ന് പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കാം. നമ്മുടെ കപ്പാസിറ്റിയോ കഴിവോ ആണോ നമ്മൾ ഇന്ന് മേടിക്കുന്ന നമ്മുടെ സാലറി? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാനൊക്കെ നോക്കുവാണെങ്കിൽ ഞാൻ പലപ്പോഴും ചെയ്യുന്നത്, ഞാൻ എങ്ങനെ ഇവിടം വരെ, എന്നെ ആരോ തള്ളിക്കൊണ്ട് വന്ന പോലാണ് ഞാൻ കുവൈറ്റ് വരെ എത്തിയത്. കാരണം എല്ലാത്തിനും മുട്ടയായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ മാത്രം പറയുകയാണെങ്കിൽ, നഴ്സിംഗ് പഠിക്കാൻ പോയി. ഞാൻ അനാട്ടമി, എല്ലാവർക്കും അറിയാം, ഒരു നഴ്സിംഗ് ഫീൽഡ് ഏറ്റവും ബേസിക് ഒരു കാര്യമാണ് അനാട്ടമി എന്നുള്ളത് അല്ലെ. ഞാൻ 6 തവണ എഴുതി, തോറ്റുപോയി. 7ാമത്തെ തവണ എഴുതി. കാരണം 7ാമത്തെ തവണയും കൂടെ എഴുതി കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്, 7ാമത്തെ തവണ അനാട്ടമി കിട്ടിയില്ല എങ്കിൽ നമ്മൾ പിന്നെ ഫസ്റ്റ് ഇയർ തൊട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മൊത്തത്തിൽ എഴുതണം. ആ രീതിയിൽ അനാട്ടമിയെ പറ്റി ഒരു ABCD എനിക്ക് അറിയത്തില്ല. 6 തവണ എഴുതിയിട്ടും തോറ്റുപോയി. 7ാമത്തെ തവണ എഴുതിയപ്പോഴും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. അന്ന് ദൈവത്തോട് വലിയ റിലേഷൻ ഒന്നുമില്ല. പക്ഷേ ദൈവമക്കളെ, ഇന്ന് സന്തോഷത്തോടെ ഒരു BSc നേഴ്സായിട്ട് ഇന്ന് കുവൈറ്റിന്റെ പ്രദേശത്ത് ഞാൻ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ എന്റെ സർട്ടിഫിക്കറ്റ് ക്വാളിഫിക്കേഷൻ അല്ല നോക്കുന്നത്. സർട്ടിഫിക്കറ്റ് തൂക്കി വെച്ച് ആ ഒരു കനം നോക്കി ഒരു ഇന്റർവ്യൂ ജോലി കിട്ടുമെങ്കിൽ അത് ആദ്യം എനിക്ക് തന്നെ കിട്ടും. പക്ഷേ കാരണം അത്രയ്ക്കുണ്ട് അതിന്റെ വെയിറ്റ്. ആ രീതിയിൽ ഇഷ്ടം പോലെ അരിയർ എഴുതിയിട്ടുണ്ട്. ഇന്നും മിറാക്കിളായി എന്റെ കർത്താവിനെ നിർത്തിയേക്കുന്നത് ദൈവകൃപയാ. അതുപോലെ തന്നെ ആത്മീയ നന്മ നമ്മുടെ ജീവിതത്തിൽ തന്നതിന്റെ പരമായി നമ്മൾ എന്താ ദൈവത്തിന് നമ്മൾ കൊടുക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കണം. പല വ്യക്തി ജീവിതങ്ങളുടെ ആത്മീയ നന്മയെ പറ്റി ഭൗതിക നന്മയെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടുത്തെ പറയുമ്പോൾ അവർ ചോദിക്കുന്നത്, കർത്താവിന് പണം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പക്ഷെ ദൈവമക്കളെ, എന്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ പറ്റും, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു 10,000 രൂപ കൈനീട്ടി മേടിക്കുന്നുണ്ടെങ്കിൽ അത് 2,000 രൂപ വേറൊരു വ്യക്തി ജീവിതത്തിന് വേണ്ടി, നമ്മുടെ കൂടെയുള്ള ഒരു കൂട്ടു സഹോദരൻ അല്ലെങ്കിൽ ഒരു പാവം പിടിച്ച ഒരു വ്യക്തി ജീവിതത്തിന് വേണ്ടി കർത്താവ് നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഒരു ദാനമാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്, ആ 2,000 രൂപയും കൂടെ നമ്മുടെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുക. ഈ ദിവസങ്ങളിൽ അതിനൊരു മാറ്റം വരണം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരുന്ന ആത്മീയ നന്മകൾക്ക് അപ്പൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ അത് കൊടുക്കുവാൻ തക്കണം തയ്യാറാവുകയാണെങ്കിൽ, അങ്ങനെ കൊടുത്ത ആരും ഇന്ന് വരെ നശിച്ചു പോയിട്ടില്ല. അതിലും വചനത്തിൽ കൂടെ തന്നെ ഇടപെടുവാൻ തക്കണം ഇടയാകാം. നമുക്ക് ലൂക്കോസ് 19:1 വായിക്കാം. ലൂക്കോസ് 19:1. അതിനകത്തൊരു വ്യക്തി ജീവിതത്തെ നമുക്ക് വ്യക്തമായി കാണാം. ഞാൻ വായിക്കുന്നില്ല, സമയം പോകുന്നു. മറ്റാരുമല്ല, ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായിയെ പറ്റി നമുക്കറിയാം അല്ലെ. ആ സക്കായിയെ പറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ, ചുങ്കക്കാരിൽ പ്രധാനിയായിരുന്നു, ധനവാനായിരുന്നു. ദൈവത്തെ പറ്റി ഒരറിവും ഇല്ലാത്തവനാണ്. കാരണം നമ്മൾ സക്കായിയെ പറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ, കർത്താവിന്റെ ഒരു ശുശ്രൂഷ മേലയിലും സക്കായി കണ്ടിട്ടില്ല അല്ലെ. ഒരു പരസ്യ ശുശ്രൂഷ മേലയിലും സക്കായിയുടെ പ്രസൻസ് നമ്മൾ അനുഭവിച്ചിട്ടില്ല. പക്ഷെ ഒന്ന് തോന്നി. എന്താ തോന്നിയ? യേശുവിനെ ഒന്ന് കാണണമെന്ന് ഹൃദയത്തിൽ ഒരു ആഗ്രഹം തോന്നി അല്ലെ. ആ വ്യക്തി ജീവിതത്തിന്റെ ഹൃദയത്തിൽ ആ ഒരു ആഗ്രഹം വന്നപ്പോ തന്നെ ദൈവത്തോടുള്ളൊരു സ്നേഹം അല്ലെ, ദൈവരാജ്യത്തിന് ഒരു അവകാശിയായി തീരുവാൻ തൊക്കണം ഇവിടെയായി. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ കടന്നു വരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മൾ വ്യക്തമായി പറയുന്നുണ്ട്, അവിടെ ജനങ്ങൾ സക്കായിയെ പറ്റി എന്നാ പറഞ്ഞത്?
പാപിയായ മനുഷ്യൻ. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു, ഈ പാപിയായ മനുഷ്യൻ. നമ്മൾ താഴ്ത്തു വായിക്കുമ്പോൾ വ്യക്തമായി പറയുന്നുണ്ടല്ലേ, സക്കായി എന്ന് ഇറങ്ങി വാ, നിന്റെ കൂടെ എനിക്ക് കഴിയണമെന്ന് പറയുമ്പോഴും വ്യക്തമായി പറഞ്ഞെന്താ, പാപിയായ മനുഷ്യന്റെ കൂടെ പോകുന്നു അല്ലെ. മനുഷ്യന്റെ മുന്നിൽ പാപിയ, വ്യക്തമായി ഒരുപോലെ ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ താഴ്ത്തു വായിക്കുമ്പോൾ ആ കർത്താവ് സ്നേഹത്തോടെ ആ സക്കായിയെ വിളിച്ച് താഴ്ത്തു വ്യക്തമായി പറഞ്ഞ എന്താ, സക്കായി പറഞ്ഞ എന്താ, കർത്താവേ, ഞാൻ എൻ്റെ സ്വത്ത് പാവങ്ങൾക്ക് കൊടുത്തോളാം. ഞാൻ എന്തെങ്കിലും അനാമത്ത് മീൻസ് ആരെങ്കിലും വിഷമിപ്പിച്ച് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ 4 ഇരട്ടി ഞാൻ തിരിച്ചു കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അതിന്റെ അർത്ഥം എന്നാ, ശരിയാണ്, നമ്മൾ പ്രമാണിയായി നിൽക്കുന്ന ഒരു ചുങ്കക്കാരനായി നിൽക്കുന്ന വ്യക്തി ജീവിതത്തിന്റെ എങ്ങനെയായാലും അനാമത്ത് മേടിച്ച പൈസ തീർച്ചയായിട്ടും കാണും, അത് കൊടുക്കാം. അതിനോട് കൂടെ തന്റെ സ്വത്തിൽ നിന്ന് ഭാഗം കൊടുക്കാം എന്ന് പറഞ്ഞതിന്റെ ബേസിൽ എന്ത് സംഭവിച്ചു, അവിടെ വ്യക്തമായി പറയുന്നുണ്ട്, ഇവനും അബ്രഹാമിന്റെ മകൻ ആകിയാൽ ഇന്ന് ഇവന്റെ വീടിന് രക്ഷ വന്നു അല്ലെ. എന്ന് വെച്ചാൽ എന്താ, ആ സ്വത്ത് കൊടുക്കുവാൻ, അതിന്റെ ഒരു വിഹിതം കൊടുക്കുവാൻ, ദൈവം തന്റെ ജീവിതത്തിൽ തന്ന ആ ഒരു ഭൗതിക നന്മയുടെ വിഹിതം കൊടുക്കാൻ സക്കായി തയ്യാറായപ്പോ ഒരു രക്ഷ അല്ലെ ആർക്കും കിട്ടാത്ത, മനുഷ്യർ ഒറ്റക്കെട്ടായി പറഞ്ഞു, ഇവൻ പാപിയാ കൊള്ളില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് കർത്താവിന്റെ സന്നിധിയിൽ ഒറ്റ വാക്കേറ്റ് പറഞ്ഞുള്ളൂ. അത് പ്രമാണിക്കാൻ തയ്യാറായപ്പോൾ തന്റെ ജീവിതത്തിൽ, തന്റെ ഭവനത്തിൽ ദൈവിക രക്ഷ വന്നുവെങ്കിൽ, ദൈവമക്കളെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഭൗതിക നന്മകൾ നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മാത്രം നമ്മൾ സ്വരുക്കുട്ടി വെക്കാതെ അത് ദൈവഹിതത്തോടെ നമ്മുടെ കൺമുമ്പിൽ പിതാവിന്റെ ഹിതം, നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, എന്റെ ജീവിതത്തിൽ തരുന്ന ആ നന്മകൾക്ക്, ഭൗതിക നന്മകൾക്ക് അവകാശികൾ ആരെങ്കിലും ഉണ്ടോ? ആ പൈസ ഞാൻ ആർക്കെങ്കിലും ഷെയർ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇച്ചിരിയെങ്കിലും ദശാംശമായി ഏതെങ്കിലും ഞാൻ ഒരു കുഞ്ഞിനെ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഒരു കുഞ്ഞിന്റെ ഒരു കല്യാണ സപ്പോർട്ടിന് കൊടുക്കേണ്ട കാര്യമുണ്ടോ? നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ട കാര്യം ഏറ്റവും അധികം. നമുക്കറിയാലോ, ഒരുപാട് ജനങ്ങളെ നോക്കുവാണെങ്കിൽ, ഒരുപാട് വ്യക്തി ജീവിതങ്ങളെ നോക്കുവാണെങ്കിൽ സമ്പാദ്യം കൂട്ടിവെക്കും അല്ലെ. ഒരുപാട് ആർക്കും കൊടുക്കാതെ സമ്പാദ്യം കൂട്ടിവെക്കും. രോഗം വന്നു കഴിയുമ്പോൾ അത് തൂത്ത് പറക്കി ആ ഫുൾ സമ്പാദ്യം എംറ്റി ആകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ പറഞ്ഞല്ലോ, പലപ്പോഴും വ്യക്തി ജീവിതങ്ങളിൽ പറയുന്നൊരു കാര്യം, ദൈവത്തിന് പണം വേണ്ടോ എന്ന് ചോദിക്കണം. ദൈവത്തിന് ഒരിക്കലും പണം ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ ദാനമാണ് നമ്മൾ കൈനീട്ടി മേടിച്ചിരിക്കുന്നത്. ആ ദാനം നമ്മുടെ ചുറ്റും നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ഒരു ആശ്വാസമാകുവാൻ, ഏതെങ്കിലും ഒരു ചെറിയ താങ്ങായിട്ടോ ഒരു തണലായിട്ടോ ആശ്വാസമാകുവാൻ തക്കോണം ഇടയാകുവാണെങ്കിൽ, ദൈവമക്കളെ, വലിയവയെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. ഇതിനോട് അകം തന്നെ ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുക. നമുക്ക് യോഹന്നാൻ 11:1, 2. യോഹന്നാൻ 11 ആ ഒരു അധ്യായം നമ്മൾ വായിക്കുമ്പോൾ വ്യക്തമായി അവിടെ പറയുന്ന 3 പേരെ പറ്റി അല്ലെ, മറിയ, മാർത്ത, ലാസർ. ഇതും ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ ഒരു ദൈവിക വേല അല്ലെ, മീൻസ് ഒരു വലിയ ദൈവിക പ്രവൃത്തി നടന്ന ഒരു ഭവനമാണ് എന്താ, ലാസറിന്റെ മരണം. നമുക്ക് എല്ലാവർക്കും അറിയാം, ലാസർ മരിച്ചു, 4 നാൾ കല്ലറയ്ക്കലിരുന്നു, നാറ്റം വെച്ചു. പക്ഷെ കർത്താവ് വന്നു ലാസറിനെ പുറത്തിറക്കി. നമുക്ക് എല്ലാവർക്കും അറിയാം അത് എന്തിനായി തീർന്നു, ദൈവരാജ്യ മഹത്വത്തിനായി തീർന്നു. ദൈവരാജ്യ മഹത്വത്തിനായി തീർന്നു. ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ദൈവരാജ്യ മഹത്വത്തിനായിട്ട് എന്തുകൊണ്ട് ആ ഭവനത്തെ തന്നെ കർത്താവ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ഇന്നുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപാട് ഭവനങ്ങളുണ്ട്, കർത്താവിനെ സ്നേഹിക്കുന്നതും കർത്താവ് സ്നേഹിക്കുന്നതായിട്ടുള്ള ഒരുപാട് ഭവനങ്ങളുണ്ട് അല്ലെ. പക്ഷെ ആ കുടുംബം ഒന്നും ഏറ്റെടുക്കാതെ, ആ കുടുംബത്തിലേക്ക് ഒന്നും നോക്കാതെ, എന്തുകൊണ്ട് മാർത്തയുടെ മറിയയുടെ ഭവനം, ലാസറിന്റെ ഭവനം എന്തുകൊണ്ട് കർത്താവ് സെലക്ട് ചെയ്ത് നമ്മൾ ഒരു സെക്കൻഡ് എന്തെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട, അതിന് മറുപടിയായിട്ട് തന്നെ പറയാൻ പറ്റുന്ന ഒരു വാക്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. ലൂക്കോസ് 7 പറയുന്നുണ്ട്. ലൂക്കോസ് 7:37, 38 അല്ലെ. അതിനകത്ത് വ്യക്തമായി ഒരു വ്യക്തമായി പറയുന്നുണ്ട്, ആ പട്ടണത്തിൽ പാപിയായ സ്ത്രീ അവൻ പരീക്ഷന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാനിരിക്കുന്നത് അറിഞ്ഞ് ഒരു വെൺകൽഭരണി പരിമള തൈലം കൊണ്ടുവന്നു. പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന് കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ച് കാൽ ചുംബിച്ച് തൈലം പൂശി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമല്ലേ, ഒരു പാപിയായ സ്ത്രീ. അവിടെയും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, പാപിയായ സ്ത്രീ എന്ന് മെൻഷൻ ചെയ്ത് വചനത്തിൽ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ആ വ്യക്തി ജീവിതത്തെ നോക്കുകയാണെങ്കിൽ, ആ വ്യക്തി ജീവിതം ആരാ? ലാസറിന്റെ പെങ്ങളായ മറിയ അല്ലെ. തന്റെ ജീവിതത്തിൽ തന്റെ സമ്പാദ്യം യേശുവിന്റെ കാൽക്കൽ കൊണ്ടുവന്ന് സമർപ്പിക്കാൻ തയ്യാറായപ്പോൾ അവിടെ ജീവിതത്തിൽ വലിയൊരു
നന്മ കർത്താവ് കൊടുക്കാൻ തക്കണയുടെ അല്ലെ. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ വ്യക്തമായി അവിടെ പലരും വ്യക്തമായി വിമർശിക്കുന്നുണ്ട്. എന്താ പറയുന്നത്? അത് വിൽക്കുകയാണെങ്കിൽ പൈസ കിട്ടും, പല പല രീതികൾ അത് യൂസ് ചെയ്യാൻ, പാവങ്ങൾക്ക് കൊടുക്കാൻ, പല രീതിയിൽ അവിടെ പറയുന്നുണ്ടല്ലേ. പക്ഷേ അവൾ അതൊക്കെ കേട്ടോ? ഇല്ല. ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവനാമ മഹത്വത്തിന് വേണ്ടി അത് പ്രയോജനപ്പെടുത്താൻ ഇടയായപ്പോൾ എന്ത് സംഭവിച്ചു? അവരുടെ ജീവിതത്തിൽ വലിയൊരു ദൈവിക ഒരു പ്രവൃത്തി അല്ലെ. ലാസർ മരിച്ച് 4 നാളായെങ്കിലും അതിന്റെ പ്രതിഫലം എന്താ കിട്ടിയത്? ഒരു ഉയർപ്പ് അല്ലെ. നഷ്ടപ്പെട്ടു എന്ന് കരുതിയതാ ആ ഭവനം ഇന്നും നമ്മൾ പറയുന്നു അല്ലെ. മാർത്തയും മറിയയും ലാസറിനെയും പറയാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഒരു വചനമുണ്ടോ? എന്തുകൊണ്ടാ പറയുന്നത്? അന്ന് അവൾ വില കൊടുക്കുവാൻ തയ്യാറായി. ദൈവനാമത്തിന് വേണ്ടി തന്റെ സമ്പാദ്യം കൊടുക്കുവാൻ തയ്യാറായപ്പോൾ മാനിക്കപ്പെട്ടു, അനുഗ്രഹിക്കപ്പെട്ടു. എങ്കിൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ തന്ന അനുഗ്രഹങ്ങൾക്ക് അത് ആത്മീയമാട്ടെ ഭൗതികമാട്ടെ നന്മകൾക്ക് കർത്താവ് വലിയ വിടുതന്നെ ചെയ്യും. ഞാൻ എൻ്റെ ഒരു സാക്ഷ്യം കൂടെ ഞാൻ ആഡ് ചെയ്ത് ഞാൻ പറയാൻ തക്കണം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ കുവൈറ്റിന്റെ പ്രദേശത്തേക്ക് കടന്നു വന്ന സമയത്ത് ഞാൻ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. വളരെ തുച്ഛമായ സാലറി, ശരിക്കും പറഞ്ഞാൽ എന്നെ തുച്ഛമായ സാലറി തന്നെയാണ് ഞാൻ ഈ ഒരു കുവൈറ്റിന്റെ പ്രദേശത്ത് കടന്നു വന്നൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തത്. അതിന്റെ കൂടെ കയറി വന്ന പൈസയും ലോണും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നപ്പോ പല മാസങ്ങളിലും സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഫുഡിന് പോലും ബുദ്ധിമുട്ടിയ സമയങ്ങളുണ്ട്, ഞെരുങ്ങിക്കഴിഞ്ഞ സമയങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കടന്നുപോയി ഏകദേശം 2 വർഷം കഴിഞ്ഞ് കോൺട്രാക്ട് റിന്യൂ ചെയ്യുന്ന സമയമായി. ആ സമയം കോൺട്രാക്ട് റിന്യൂ ചെയ്യുന്നതിന് മുമ്പായി തന്നെ എൻ്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്ത്, കർത്താവുമായിട്ടൊരു എൻകൗണ്ടറിലേക്ക് വന്ന സമയത്ത് ഞാൻ ദൈവസ്ഥാനത്ത് ഞാൻ തീരുമാനമെടുത്തു, കർത്താവെ, എന്നെ ഇവിടെ നിന്ന് ഇറക്കുവാണെങ്കിൽ എൻ്റെ ജീവിതം ദൈവനാമ മഹത്വത്തിനായി തീരും. അത് സാമ്പത്തികമാട്ടെ ഭൗതികമാട്ടെ ഏത് കാര്യത്തിലായാലും ദൈവനാമത്തിനായി ഞാൻ ആയി തീരുമെന്ന് പറഞ്ഞ് ദൈവസ്ഥാനത്തിൽ ഏൽപ്പിച്ചു. പക്ഷെ ഞാൻ വന്നിരിക്കുന്ന ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പാരമ്പര്യമായിട്ട് നിൽക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. ഒരു കാരണവശാലും അവർ നമ്മളെ വെളിയിൽ വിടത്തില്ല. നമുക്ക് ഒരിക്കലും ഒരു NOC തരത്തില്ല, വേറൊരു ഹോസ്പിറ്റലിൽ നമുക്ക് പോകുവാൻ പെർമിഷൻ തരത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് റിസൈൻ ചെയ്യുവാണെങ്കിൽ ഞാൻ എവിടെ പോകണം? നേരെ നാട്ടിലേക്ക് കടന്നു പോകണം. ഇല്ല എങ്കിൽ ഇവർ തരുന്ന ഈ തുച്ഛമായ സാലറിക്ക് ഞാൻ ഇവിടെ ജോലി ചെയ്യാൻ തൊക്കണം ഇടയാകണം. പക്ഷെ അന്നും ദൈവം തന്ന ആ ഒരു ഭൗതിക നന്മകൾക്ക് ദശാംശം കറക്റ്റമായിട്ട് കർത്താവ് എന്ത് പറയുന്നു അതിപ്രകാരം ചെയ്യുവാൻ എൻ്റെ ജീവിതത്തിൽ ഇടയായി. അതോടുകൂടെ തന്നെ അനേക രാത്രികളിൽ ഞാൻ കരഞ്ഞു. ദിവസം ഞാൻ നിലവിളിച്ച് കണ്ടിട്ടുണ്ട്, കർത്താവെ, ഞാൻ ഇവിടെ തന്നെ നിന്ന് പോകുമോ? എന്നെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ലാത്ത രീതിയിൽ, ദൈവനാമത്തിന് മഹത്വമില്ലാത്ത രീതിയിൽ ഞാൻ ആയി പോകുമോ എന്ന് പലപ്പോഴും ദൈവസന്നിധി ഞാൻ വാവിട്ട് കണ്ടിട്ടുണ്ട്. ദൈവമക്കളെ, അത്ഭുതമെന്ന് പറയട്ടെ, നമുക്ക് വേണ്ടി അല്ലെ പ്രാർത്ഥിക്കുന്ന തന്റെ കുഞ്ഞിന് വേണ്ടി ഒരു രാജ്യത്തിന്റെ നിയമത്തെ മാറ്റുമോ എന്ന് ചോദിച്ചാൽ മാറ്റും. സാക്ഷിയാ ഞാൻ. എനിക്ക് വേണ്ടി കുവൈറ്റിന്റെ നിയമത്തെ മാറ്റിയവളായ എൻ്റെ അപ്പൻ. കാരണം എന്ന് ചോദിച്ചാൽ അന്ന് തുച്ഛമായ സാലറിക്ക് എനിക്കൊന്നറിയാം, ഞാൻ ഓടുന്ന ഓട്ടം ആ ഒരു ഡോക്ടർ കൂടെ നിൽക്കുമ്പോൾ നമ്മളെ നമ്മൾ ആ കടന്നു പോകുന്ന സ്ട്രഗിൾ നോക്കുവാണെങ്കിൽ അതുപോലെ നമുക്ക് ഇരട്ടി സാലറി കിട്ടണം. ആ രീതിയിൽ നമ്മളെ കൊണ്ട് പണിയെടുപ്പിച്ചു വല്ലാത്ത സ്ട്രഗിൾ കൂടി കടന്നുപോയ വ്യക്തി ജീവിതമാണ്. ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായി. അതിനുശേഷം എൻ്റെ 2 വർഷത്തെ കോൺട്രാക്ട് കഴിഞ്ഞ് ഞാൻ 3ാമത്തെ വർഷത്തിലേക്ക് അവിടെ സൈൻ ഇടാൻ വേണ്ടി ചെന്നു. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒരു 5 KD പോലും, ഇവിടെ ഞങ്ങൾ KD-യാണ്, ദിനാറാണ്, ഒരു 5 KD പോലും ഇൻക്രിമെന്റ് തരത്തില്ല. വേണമെങ്കിൽ ഇതേ സാലറി കണ്ടിന്യൂ ചെയ്യാം, ഇല്ല റിസൈൻ വെച്ച് വീട്ടിൽ കയറി പൊക്കളാന്ന് പറഞ്ഞു. എൻ്റെ കൂടെയുള്ള കുഞ്ഞുങ്ങളെല്ലാം കരയാൻ തക്കണം ഇടയായി. കാരണം ഒരുപാട് കമ്മിറ്റ്മെന്റ്, ഈ പറഞ്ഞ എനിക്കും ലോൺ ഉണ്ട്. പക്ഷെ ഞാൻ കരഞ്ഞില്ല. ഞാൻ സന്തോഷത്തോടെ അവിടെ സൈൻ ചെയ്തു. 1 വർഷം കൊണ്ട് ഞാൻ സൈൻ ചെയ്തിട്ട് പറഞ്ഞു, അപ്പാ ഞാൻ സൈൻ ചെയ്യാം, ഞാൻ കരയത്തില്ല, ഇതെന്റെ ജീവിതത്തിൽ കർത്താവ് ഒരു ദൈവപ്രവൃത്തിക്കായി ചെയ്യും എന്ന് പറഞ്ഞ് എന്റെ കൂടെ നിന്ന കുഞ്ഞുങ്ങളെ ബലപ്പെടുത്താൻ തക്കണം ഇടയായി. പക്ഷെ എനിക്ക് ഒന്നറിയാം, ആ ഒരു കോൺട്രാക്ട് റിന്യൂവൽ ഞാൻ ചെയ്തപ്പം ചിരിച്ച മുഖത്തോടെ ചെയ്തവൾ ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം എന്റെ ജീവിതത്തിൽ കർത്താവ് ഒരു പ്രത്യാശ തന്നു, മോളെ നിന്നെ ഞാൻ കരുതിക്കൊള്ളാം എന്ന് പ്രത്യാശ എന്റെ ജീവിതത്തിൽ തന്നു. കാരണം രാത്രി യാമങ്ങളിൽ അതുപോലെ ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നവളാ. നമ്മൾ കരയാൻ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശയും കൂടെ വേണം. എന്താ? ഒരു വിശ്വാസം വേണം, എന്റെ പിതാവ് എനിക്ക് വേണ്ടി ചെയ്യുമെന്ന്. ദൈവമക്കളെ, അത്ഭുതം എന്ന് പറയട്ടെ, കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഒരൊറ്റ മണിക്കൂർ കൊണ്ട് കുവൈറ്റിൽ വലിയൊരു നിയമം വന്നു. ഇവിടെ നമ്മുടെ നാട്ടിൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ അഫിയ എന്ന് പറഞ്ഞൊരു ഇൻഷുറൻസ് ഉണ്ട്. അഫിയ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട്, ഒരൊറ്റ മണിക്കൂർ കൊണ്ട് അഫിയ ക്ലോസ് ചെയ്തു. മിനിസ്ട്രി ഓർഡർ മൊത്തം ക്ലോസ് ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്ന് എടുത്തു കളയാൻ തൊക്കണം ഇടയായി. അത്ഭുതം എന്ന് പറയട്ടെ, ഒരുപാട് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾക്ക് ജോലി നഷ്ടപ്പെടുന്ന അളവുക്ക് കടന്നു വന്നു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹോസ്പിറ്റലിലെ ആദ്യത്തെ ടെർമിനേഷൻ ലെറ്റർ ഞാൻ കൈ നീട്ടി മേടിച്ചു. ടെർമിനേഷൻ ലെറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതത്തിൽ കപ്പാസിറ്റി ഇല്ലാത്തവരെ പറഞ്ഞു വിടുന്നതാണ് ടെർമിനേഷൻ ലെറ്റർ എന്ന്. പക്ഷേ
ദൈവമക്കളെ, അത്ഭുതം. ഞാൻ നിൽക്കുന്നത് ഒരു ബിസി ആയിട്ടുള്ള ഒരു ഡോക്ടറിന്റെ സ്റ്റാഫായിട്ടാ. ഒരിക്കലും ആരും ചിന്തിക്കാത്ത അളവുക്കാണ് ആ ഒരു ടെർമിനേഷനിൽ എന്റെ കരങ്ങളിൽ വന്നത്. ഇന്ന് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. ഇന്ന് ഞാൻ ആ പഴയ ഹോസ്പിറ്റലിൽ വിളിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ എന്നെ പറഞ്ഞ ഒരു ഭാഗ്യവതി എന്ന് എന്നെ വിളിക്കുന്നത്. കാരണം എന്നാന്ന് ചോദിച്ചാൽ ആ ഹോസ്പിറ്റലിൽ നിന്ന് ആരും രക്ഷപ്പെട്ടിട്ടില്ല. ഞാൻ പലയിടത്ത് ഇന്റർവ്യൂ തന്നപ്പോഴും എന്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമുണ്ട്. ആ ഹോസ്പിറ്റലിൽ നിന്ന് NOC തന്നോ, നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ചെയ്ത് തന്നോ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തന്നോ എന്ന് ആശ്ചര്യത്തോടെ ചോദിക്കാൻ തൊക്കണിടയായി. ദൈവമക്കളെ, എന്റെ ജീവിതത്തിൽ ഒറ്റ മണിക്കൂർ കൊണ്ട് കർത്താവ് ഈ രാജ്യത്തിന്റെ നിയമത്തെ മറിച്ച് ഞാൻ വെളിയിൽ വരുവാൻ തൊക്കണം ഇടയായി. അതിന്റെ ബേസിൽ കർത്താവ് എനിക്ക് ഇന്ന് അത്ഭുതകരമായി ആത്മീയമായിട്ടും ഭൗതികമായിട്ടും എന്നെ അനുഗ്രഹിച്ച് വെളിയിലായിരിക്കുവാനും ദൈവം എന്തു പറയുന്നോ അതിപ്രകാരം ചെയ്യുവാൻ തൊക്കണം ഇടയായി. ഞാൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞു ചോദിച്ചാല്, എനിക്കറിയാം സമയം മുന്നോട്ട് പോകുന്നു, എങ്കിലും എന്തുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞു വെച്ചാൽ വിശ്വാസത്തോടെ ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ തന്ന ആത്മീയവും ഭൗതികവുമായിട്ടുള്ള നന്മകൾ അത് ദൈവസന്നിധി ദൈവനാമ മഹത്വത്തിനായിട്ട് നമ്മൾ ചെലവാക്കുവാൻ തയ്യാറാവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാത്ത നന്മകൾ കർത്താവ് തരും. ഞാൻ മേടിച്ച സാലറി ഇരട്ടി സാലറി ഇല്ല ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. എനിക്ക് പറയാൻ പറ്റും. അതിനുശേഷം കർത്താവിന്റെ ജീവിതത്തിൽ വിഷയം തന്നു. ഞാൻ ചാരിറ്റിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തക്കണം ഇടയായി. എന്തുകൊണ്ടെന്ന് പറഞ്ഞു ചോദിച്ചാൽ നമ്മുടെ ആത്മീയവും ഭൗതികമായിട്ടുള്ള നന്മകൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരുമ്പോ നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങളെ, നമ്മുടെ കൂടെയുള്ള ആത്മീയ സഹോദരങ്ങളെ, പാവം പിടിച്ച ജനങ്ങളെ അല്ലെ, നമ്മൾ ഓർക്കേണ്ടത് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ്. വ്യക്തമായി പറയുന്നുണ്ട്. മത്തായി 25:45 പറയുന്നുണ്ട്. അവൻ അവരോട്, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തൻ നിങ്ങൾ ചെയ്യുന്നതൊക്കെ കർത്താവിനാ ചെയ്യുന്നത് അല്ലെ. അതിനൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്. നമ്മൾ ആ മത്തായി 25 അധ്യായം വായിക്കുവാണെങ്കിൽ വ്യക്തമായി പറയുന്നുണ്ട്. നമ്മളെ പറയുന്ന കാര്യം എന്നാ, അവിടെ ആർക്കും നമ്മൾ എന്ത് കൊടുത്താലും, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താലും, ഫുഡ് കൊടുത്താലും അല്ലെ, ഏത് രീതിയിൽ നമ്മളൊരു ഒരു ഭൗതിക നന്മ കൊടുത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്താലും നമുക്ക് മേളിലൊരു നിത്യ ഭവന കർത്താവ് നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഒന്നു മാത്രം ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവമക്കളെ, ഈ സന്ധ്യാസമയം നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ എന്റെ ജീവിതത്തിൽ നിന്ന് ആത്മീയവും ഭൗതികവുമായിട്ടുള്ള നന്മകൾക്ക് ഞാൻ അപ്പന് ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ ഞങ്ങൾ വിചാരിക്കും ദൈവത്തിന് കൊടുക്കുക എന്നല്ല. അല്ല, ദൈവ നാമത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ നമ്മൾ സഹായിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ വലിയ മിറാക്കിളെ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. ഞാൻ വീണ്ടും പറയുന്നു, സാക്ഷ്യത്തോടെ, എന്റെ സാക്ഷ്യമായിട്ടാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ അനുഗ്രഹം പ്രാപിച്ചിട്ടാ പറയുന്നത്. ഒരാൾക്ക് സാക്ഷ്യമെടുത്തോ കടമെടുത്തോ അല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാല. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന നന്മകൾ, എല്ലാവിധ നന്മകളും ദൈവത്തിന്റെ കൃപയാ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലും ചെറിയ ചേഞ്ചസുകൾ ഒന്ന് ഓർക്കണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ജോലി കിട്ടുമ്പോൾ നമ്മൾ പറയും, കർത്താവ് ഇന്ന എമൗണ്ട് ഞാൻ കൊടുത്തേക്കാം അല്ലെ. മക്കളുടെ കല്യാണം കടന്നു പറയും, കർത്താവ് ഇന്ന നന്മ ഞാൻ ചെയ്തോളാം. പല രീതിയിൽ നമ്മൾ പറഞ്ഞ് വാക്കുകൾ കൊടുക്കാറുണ്ട് അല്ലെ. നമ്മൾ ആർക്കൊക്കെ വാക്ക് കൊടുക്കുന്നത്? ദൈവത്തിന് നമ്മൾ വാക്ക് കൊടുക്കുന്നു. നമ്മൾ പാലിക്കാത്തത് ആരോടാ? ദൈവത്തോട് മാത്രമാണ്. ഒരു മനുഷ്യൻ നമ്മൾ വാക്ക് കൊടുത്തു നോക്കി, നമ്മൾ നല്ല കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ അത് ചെയ്യും. പക്ഷേ ദൈവത്തെ നമ്മൾ പലപ്പോഴും കളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ദൈവമക്കളെ, അതിനെല്ലാം നമ്മൾ വെളിയിൽ വരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഒരുപക്ഷെ മനുഷ്യരോട് നീതിയായി നിൽക്കാൻ പറ്റിയില്ല എങ്കിലും ദൈവസന്നിധി നീതിയുള്ളവരാണെങ്കിൽ കർത്താവ് നമ്മളെ മാനിക്കും. മറിയ പാപിയായിരുന്നു, പക്ഷെ അവിടെ ജീവിതത്തിൽ വലിയ വിടുതനെ കർത്താവ് ചെയ്തു. സക്കായി പാപിയായിരുന്നു, പക്ഷെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായപ്പോ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ രക്ഷ വന്നു എങ്കിൽ ദൈവമക്കളെ, എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വലിയ ചെയ്യും. ആ ഒരു മിരിയാമിന്റെ ജീവിതത്തിൽ നിന്നതുപോലെ ആത്മീയ നന്മകൾക്ക് നമ്മൾ ഷെയർ കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, മറ്റുള്ളവർക്ക് ധൈര്യമായി പ്രവർത്തിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ വലിയവയെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യും. നമ്മുടെ ഭാരവുമായിട്ട് നമ്മൾ പുറകെ പോകേണ്ട കാര്യമില്ല. കർത്താവ് നമുക്കായിട്ട് മറുപടിയുമായി നമ്മുടെ അടുത്ത് വരും. മോനെ, നീ പ്രാർത്ഥിച്ച വിഷയം ഇതാ, നിന്റെ കുഞ്ഞിന്റെ കാര്യമല്ലേ, അനുഗ്രഹിക്കപ്പെട്ട ജോലി ഞാൻ തുറന്നു കൊടുത്തിട്ടുണ്ട്. നിന്റെ കുഞ്ഞിന്റെ വിവാഹമല്ലേ, അത് അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹം നിന്റെ കുഞ്ഞിന് ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഭൗതികമല്ലേ, കടമല്ലേ, ലോണല്ലേ, ഒന്നും നീ പേടിക്കണ്ട. എന്റെ ഭണ്ഡാരം തുറന്ന് നിനക്കായി ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ഞാൻ മാനിക്കും. കാരണം എന്താ? ഞാൻ പറയുന്നത് കേൾക്കുവാൻ നീ തയ്യാറായപ്പോൾ നിന്റെ ജീവിതവും നിന്റെ എല്ലാ പ്രശ്നവും പ്രയാസവും എന്റേതാ, അത് നിന്റേതല്ല, ഇന്നു മുതൽ എന്റേതാ. നമ്മുടെ പിതാവ് നമ്മളെ പറ്റി പറയണമെങ്കിൽ ദൈവസ്ഥലത്ത് നമ്മൾ വിശ്വസ്തരായിരിക്കണം. നമ്മളെ ഏൽപ്പിച്ച എല്ലാ താലന്തിനും നമ്മൾ വിശ്വസ്തരാണെങ്കിൽ കർത്താവ് വലിയ മിറാക്കളെ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തെടുത്ത് മാനിക്കുക തന്നെ ചെയ്യും. ഈ ഒരു വചനം ഞാൻ പറഞ്ഞ എല്ലാ ദൈവമക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്റെ ജീവിതത്തിലും ഇത് വിടുതലായി തീരാൻ തൊക്കണം ഇടയാവട്ടെ. ഇത്രയും സമയം എന്നെ കേൾക്കുകയും സപ്പോർട്ട് ചെയ്ത എല്ലാ ദൈവമക്കളോടും നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി പാസ്റ്ററുള്ള ദൈവസ്നേഹത്തെ ഞാൻ അറിയിക്കുകയാണ്. ഇങ്ങനൊരു അവസരം ഒരുക്കി തന്നു എന്നെ ഒരു വചനവുമായി നിൽപ്പാൻ എന്റെ ജീവിതത്തിൽ തന്ന ഭാഗ്യത്തിനായി, നന്മയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്ത് ദൈവത്തിന് മഹത്വത്തെ കൊടുത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു.